ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മനോഹരമായ സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവ പാദപീഠത്തിൽ ദൈവത്തോളം പ്രായവും ദൈവത്തോളം ശക്തിയും ദൈവത്തോളം ജീവനുമുള്ള ദൈവ വചനത്തിന് മുൻപിലായിരിക്കാൻ കർത്താവ് ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു ബൈബിൾ സ്റ്റഡി നടത്തുവാൻ ക്രമീകരണം ചെയ്ത റവറൻഡ് എബ്രഹാം തോട്ടത്തിൽ അവരോടും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിലോ മാത്യു സ്റ്റാഡിയലിനോടും ഈ സഭയോടും ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിലൊരു പട്ടിയെ ഞാൻ വളർത്തുന്നുണ്ട്. ഏത് രാത്രി ചെന്നാലും അതിനെന്നെ തിരിച്ചറിയാം ഞാനാണ്. ചെറിയ അനുസരണക്കേട് അവനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് വരയ്ക്കുന്നതിന് മുമ്പ് വൈഫ് കൂട്ടി കയറാൻ പറഞ്ഞു, അവൻ കൂട്ടി കയറത്തില്ല. അവനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വൈഫ് പറയും, പപ്പായെ ഇവൻ തന്നെ കൂട്ടി കയറുന്നില്ല, ഇത്ര പറഞ്ഞാൽ മതി, അവൻ കൂട്ടി കയറിക്കോളും, എന്നെ കാണുമൊന്നും വേണ്ട. ഞാൻ ആ രാജ്യത്തില്ലെങ്കിൽ പോലും പറയും, പപ്പായെ ഇവൻ കൂട്ടി കയറുന്നില്ലെന്ന് പറയുമ്പോൾ അവൻ കൂട്ടി കയറും. അത്രയൊക്കെ വിവരമുണ്ട്. ഇത് കേട്ട നിങ്ങൾ ആരെങ്കിലും ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നെന്നിരിക്കട്ടെ, എൻ്റെ പാർട്ടിയോട് ചോദിക്കുക, പാർട്ടി ഇപ്പോഴത്തെ ഞാനിവിടെ ഉണ്ടോ? ബൗ ബൗ എവിടെ പോയെന്ന് അറിയാമോ? ബൗ ബൗ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? ബൗ ബൗ. എന്നെ അറിയാമെങ്കിലും എന്നെ കുറിച്ച് അവൻ അറിയത്തില്ല. എന്തോ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാവമുണ്ട്, പക്ഷെ പലതിനെ കുറിച്ചും നമുക്കറിയാൻ വയ്യ. അതൊക്കെ സമ്മതിക്കാമെങ്കിൽ ഗുണം പിടിക്കാനുള്ള ഒന്നാമത്തെ വഴിയാണ്. ഓക്കെ, ഇതാ നമ്മുടെ എല്ലാം കുഴപ്പമാണ്. ഞാൻ ഈ ദൈവവചനം പഠിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, മണ്ടനാണ് കർത്താവ് എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോഴാണ് ദൈവം എന്നോട് ചിലതൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ ദൈവവചനത്തിലൂടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നു എങ്കിലും നമ്മുടെ ഈ കൊച്ചു തലമുണ്ടയ്ക്കകത്ത് അതിൻ്റെ ഉള്ള രൂപം മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദൈവവചനത്തിലൂടെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുമാറ് മനസ്സിലാകത്തക്ക ഭാഷയിൽ യേശുവിൻ്റെ വരവിനെ കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചും വ്യക്തമായി ഒരു വെളിപ്പാട് തന്ന ദൈവത്തിന് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. മരണാനന്തര ജീവിതത്തെ കുറിച്ച് എല്ലാ മതങ്ങളും ആധികാരികമായി പറയുന്നുണ്ടെങ്കിലും മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി വ്യക്തമായി പറയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മുടെ കൈവശമിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ പുസ്തകം കൊണ്ടുവരുന്ന വലിയ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് ചുമ്മിയവൻ ആരും നശിച്ചു പോയിട്ടില്ല, അനുസരിച്ചതിൻ്റെ കാര്യം പറയാനുമില്ല. ഹലോ, മനസ്സിലായോ? ഇതുകൊണ്ട് നടന്നാൽ സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ താൻ താൻ്റെ വാള് അരയ്ക്ക് കെട്ടിക്കൊള്ളട്ടെ. മറ്റേ വാളല്ല, ഈ വാള. ഇതുകൊണ്ടൊക്കെ ചില ഗുണങ്ങളുണ്ട്. ഈ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്ന ആ സമയത്ത് കുറെ പെന്തിക്കോസുകാർ യോഗത്തിന് പോയി. രാത്രി അവർ ഈ രാത്രി പോയി യോഗമെല്ലാം കഴിഞ്ഞെല്ലാം കൂടെ അലച്ചു കൂവി ഇങ്ങനെ പോവുക.
ഉടനെ ഒരു പോലീസ് ജീപ്പ് ചവിട്ടി നിർത്തി, എവിടെ പോയടാ? അരെ ഞങ്ങൾ യോത്തിന് പോയി. എന്താ യോത്തിന് പോയടാ? പാത്രയ്ക്ക് പോയി. എസ് ഐ ചോദിച്ചു, എന്തിയാടാ പുസ്തകം? സാറേ അത് ഞങ്ങളുടെ എന്തിയാടാ പുസ്തകം? പറയും ഒരു വലിയ ചാറ് എൻ്റെ ഉണ്ട് ചാറ്. എന്തായാലും ഒരുത്തിയുടെ കയ്യിലെങ്കിലും പുസ്തകം ഉള്ളതുകൊണ്ട് പൊക്ക. ഇനി മേലാൽ ഒരെണ്ണം രാത്രിയോത്തിന് പോന്നെങ്കിൽ പുസ്തകം ഇല്ലാതെ അയാൾക്ക് അത്രയെങ്കിലും വിവരം ഉണ്ടായിരുന്നു. കാലം പുരോഗമിച്ചതാണോ അധോഗതി ആയതാണോ എനിക്കറിയത്തില്ല. ഇപ്പം ഏതാണ്ടൊരു സാമാനം കൊണ്ട് വന്നിരുന്നുകൊണ്ടാണ് ഓരോരുത്തർ എന്നെ തന്തടിപ്പിച്ചൊരു വാക്യം. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തമ്പുരാനെ അതിന് മുമ്പ് നീങ്ങി വരണേന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. എല്ലാം മനസ്സിലായോ? എന്തിനാണ് ഞാൻ അധികം പറയുന്നത്? അനുഭവിക്കുന്നത് നിങ്ങളോട് ഞാൻ എത്താനാണ്. ഓക്കെ, ഇന്നലെ നരകത്തെക്കുറിച്ച് ഒരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. സ്തോത്രം. സ്വർഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമയമില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ നരകത്തെക്കുറിച്ച് ഏകദേശം ഒരു ഔട്ട്ലൈൻ നമുക്ക് പഠിക്കാനുണ്ട്. നരകത്തിൽ എന്താണ്, നരകത്തിൽ ആരാണ്, അവരുടെ പ്രായം എന്താണ്, പണ്ടവരാരായിരുന്നു, ഭാവിയിൽ അവരായിത്തീരും, അവരുടെ ഷേപ്പ് എന്താണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നോട്ടീസ് അടിച്ചപ്പം ഒരു പദം അതിനകത്തിട്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ നോട്ടീസിനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ അവിശ്വസ്തതയാണ്. ഓക്കെ, നാളെ പറയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കേൾക്കാൻ പോയത് അയാൾ നരകത്തിൽ ഞങ്ങളെ ആക്കിച്ച് വിട്ടെന്ന് പറയും. ഇന്നലെ തന്നെ അത്രയും പേര് പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇന്ന് നമുക്ക് നരകത്തിൽ നിന്ന് കരേറാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വസ്തുത ഞാൻ കമ്പി വാചകങ്ങൾ പോലെ പറഞ്ഞ് ഇന്ന് രാത്രി പോകുവാൻ ആഗ്രഹിക്കുക. കാരണം വളരെ വിശദമായി പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിലും കമ്പി വാചകങ്ങളെ പോലെ പറഞ്ഞ് വിടുവാനായിട്ട് ആഗ്രഹിക്കും. വേദപുസ്തകത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് 500 ഭാഗങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണ്? പുതിയ നിയമത്തിൽ മാത്രം 318 പരം ഭാഗങ്ങളിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ എന്ന് പറഞ്ഞേ ഏത് കാര്യവും നേരെ 318 വാക്യം. എന്തോ എത്ര? 318 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? യേശുവിൻ്റെ രണ്ടാമത്തെ ഒന്ന് വാതർന്ന് പറഞ്ഞ് വരവിനെ കുറിച്ച്. ആരുടെ വരവാ? വരവെന്നല്ല, യേശുവിൻ്റെ വരവെന്ന് പറയണം. അതെന്താ മാസ്റ്റർ? അല്ലെങ്കിൽ തല്ല് കിട്ടും ചിലപ്പോൾ. പെന്തിക്കോസ്തിയമായ ഒരു സഹോദരി, നല്ല ഉണർവുള്ള സഹോദരി, രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് പറയും, മണവാളനേ നീ വരണമേ, എന്റെ കഷ്ടമെന്നത് എന്റെ മണവാളനെ, എന്റെ പൊന്നു മണവാളനെ, കാത്തിരുന്ന് കണ്ണുകൾ കൂടി വരണമേ. ഗുണം കുടിയം ഭർത്താവ് അയ്യടെ ഞങ്ങളെങ്ങാണ്ട് പോകുന്നുണ്ട്. രാത്രി വരണേ മണവാളൻ. ആരാടി അടി കൊടുത്തതും തൊഴി കൊടുത്തതും ഒരു കോടി. സത്യം പറയാടി, ആരെയാണ് നീ വിളിച്ചത്? രാത്രി നീ കാത്തിരിക്കുന്ന ആരെയാണ്? അല്ല, അവൻ്റെ തലേ കയറിയ മണവാളല്ല അവനാണ്. അതുകൊണ്ട് മണവാളാന്ന് പറയരുത്, പിന്നെ എന്ത് പറയണം? ഞരക്കത്തവന്മാർ ഒത്തിരി കാണും കേട്ടോ. കാരണം നമ്മുടെ പല ഭാഷാ ശൈലികളും ഈ ലോകത്തിന് അറിയത്തില്ല, ഈ നാലികത്തിനകത്തേ അറിയോ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഭാഷാ ശൈലികൾ പലർക്കും അറിയത്തില്ല. ഞാൻ നിലമ്പൂർ ഒരു കല്യാണത്തിന് സംബന്ധിക്കാനായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ സ്റ്റേജിൽ നിന്നുള്ള പണി നടത്തി പരിചയമുള്ള ഞാൻ വിചാരിച്ച അന്ന് ഈ ഓഡിയൻസിന് ഇടയ്ക്കൊന്നും എനിക്ക് ഇതിൻ്റെ സുഖം ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. അതും ഒരു പ്രത്യേക സുഖം കേട്ടോ. എല്ലാം മനസ്സിലായോ? ഈ സ്റ്റേജിൽ നിൽക്കുന്ന സുഖം വേറെ ഒന്ന്, നിങ്ങളുടെ കൂടി അവിടെ ഇരിക്കുന്ന സുഖം വേറെ. രണ്ടും രണ്ട് സുഖമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ നിന്ന് നോക്ക്, ഇതൊക്കെ നോക്കുന്നു.
അപ്പൊ അതിന് അസുഖം മനസ്സിലായി. ഓക്കെ, അപ്പൊ അവിടെ ഇരിക്കുന്ന സുഖം ഇവിടെ ഇരിക്കുന്ന സുഖം രണ്ടും രണ്ടാ. അപ്പൊ ഞാൻ ഈ ഇങ്ങനെ ആ ഓഡിയൻസിന് ഇടയ്ക്കുന്നപ്പോൾ അവിടെ ഈ മുസ്ലിങ്ങളൊക്കെ ഒത്തിരി പേര് ആ കല്യാണത്തിനുണ്ട്. അപ്പൊ ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. കുറേ ഒരു മുസ്ലിം മറ്റേ മുസ്ലിമോട് പറയാ, എടാ ഇത് മട്ടൻ ബിരിയാണിയായി ഇവിടെ. അപ്പം ഞാൻ ശ്രദ്ധിച്ചു, ഇതെങ്ങനെ ഇവർ മനസ്സിലാക്കി? കുഞ്ഞാടിൻ്റെ കല്യാണം. അപ്പം അവർ മനസ്സിലാക്കിയത് ഈ ആടിനെ വെട്ടി ഇവിടെ എന്തോ ഉണ്ട്, ബിരിയാണി ഉണ്ട്. പിന്നെ തൻ്റെ കാന്തയും തന്നെത്താൻ ആ പെണ്ണൊരുങ്ങി വന്നിട്ടുണ്ട്. ഊറേശി പറഞ്ഞത് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമ്മുടെ പല ഭാഷാ ശൈലികളും ഈ ലോകത്തിലുള്ള പലർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ശൈലി അകത്ത് കുഴപ്പമില്ല, പക്ഷെ പുറത്ത് എന്ത് ചെയ്യണം? ഞാൻ ഈ കൊല്ലം ഇരവുപുരം ഭാഗങ്ങളിൽ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷ പ്രതികൾ കൊടുത്തിങ്ങനെ പോകുമ്പോൾ ഒരു കത്തോലിക്ക വീട്ടിൽ കയറി. അച്ചോ, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അച്ഛനാ, അവർക്കത് പറഞ്ഞെങ്കിലേ മനസ്സിലാവൂ. അച്ചോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ, 2 പിള്ളേരിരിക്കട്ടെ. അച്ഛോ, അച്ഛൻ ഏത് സമയം ലൈസൻസ് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏത് സമയം ലോഹ എന്ത്? അവിടെ ലോഹ എടുത്തില്ല, ലോഹ വീട്ടിലിരിക്കുക. ഓക്കെ. അപ്പോൾ അച്ഛാ ഒരു പാട്ട് പാടാവോ അച്ഛാ? അവിടെ ഞാൻ പാടി, കണ്ണനെ കാണുവാൻ അതിവാളേരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും തമ്മിൽ എന്നോട് അച്ഛാ അതേത് സിനിമയിലെ പാട്ടാ? അവര് കേട്ടുണ്ടെ കാന്തനെ കാണാൻ. അപ്പൊ ഇതിനകത്ത് ഏതാണ്ട് കക്ഷികളൊക്കെ ഉണ്ട്. അവരുടെ കുഴപ്പമല്ല, അതിനകത്ത് യേശുവെന്നും ദൈവമെന്നും ഉള്ളൊരു പദപ്രയോഗം ഇല്ലാത്തത് കൊണ്ട് അവർക്കതാ മനസ്സിലായത്. അവരുടെ കുഴപ്പമല്ല. അതുകൊണ്ട് വെളിയിലുള്ള ആളുകൾക്ക് നമ്മുടെ പല പദപ്രയോഗങ്ങളും മനസ്സിലാകുകയില്ല. അതുകൊണ്ട് വ്യക്തമായി പറയണം, യേശു ക്രിസ്തു അവൻ വരാറായി എന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് അവൻ വരുന്നു എന്ന് പറയരുത്. പിന്നെ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകും. കാരണം ഇതൊക്കെ നമ്മുടെ അകത്തുള്ള ചില ഭാഷാപ്രയോഗങ്ങളാണ്. സ്റ്റോപ്പ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ വിഷയം യേശു ക്രിസ്തുവിന്റെ പറഞ്ഞാട്ടെ രണ്ടാമത്തെ വരവും അനന്തര സംഭവം. ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. പകരം പ്രൈസലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടി സംഭവിക്കുന്ന വസ്തുതകളെ ഓടിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എത്ര പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്? 500 പ്രാവശ്യം. പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 318 പ്രാവശ്യം യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ആധാരം യേശുവാണ്. ആണോ? വേറെ ആരുമല്ല. നമ്മൾ മാതൃക പിൻപറ്റേണ്ടത് ആരെയാ? പാസെ പിൻപറ്റിയോ നീ പൊളിഞ്ഞത് തന്നെ. എല്ലാം മനസ്സിലായോ? പറ. വേറൊരാളെ പിൻപറ്റിയോ നീ പൊളിഞ്ഞത് തന്നെ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാത്തിനും മാതൃക ആര് മാത്രമാ? യേശു മാത്രം. എന്താ ഭാഷ? ഞങ്ങളുടെ ഭാഷയെ പിൻപറ്റിയുള്ള ദോഷം മാതൃകയാക്കിയ പറയാം. ഒരു ദൈവദാസന്റെ ഒരു സഭ വന്നു. അദ്ദേഹം കൊച്ചിലെ കാമുകയെന്നെ വീണതാ. ഇടയ്ക്കിടയ്ക്ക് ഒരു അതുകൊണ്ട് അല്ല, ആത്മാവല്ല, തെറ്റിദ്ധരിക്കുക. ആത്മാവല്ല, പിന്നെന്തുവാ? അല്ല, മനഃപൂർവ്വമല്ല. പുള്ളിക്കാരന് നേരത്തെ കവകേരി വീണൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കുറേ പിള്ളേരിക്കും. അമ്മയുടെ ഉള്ള കാര്യം ഞാൻ പറയാം. എന്നെയൊക്കെ അവർ ഈസി ആയിട്ട് വരയ്ക്കും. സിമ്പിളാണ് എന്നെ വരയ്ക്കാൻ. മാസം വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നെ വരയ്ക്കാൻ വളരെ ഈസിയാണ്. കുമാരുടെ പണിയല്ല, ഉള്ള കാര്യം ഞാൻ പറയാം. ഫ്രണ്ട് ഇരുന്നോണ്ട് ഈ പിള്ളേർ കാണിച്ചു വെക്കുന്ന തൊന്തർ. ഇവിടുത്തെ പിള്ളേരുടെ പണി എന്തുവാ? ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല.
ആർക്കാന്ന് അറിയത്തില്ല, ദൈവത്തിന് നേരിട്ട് അയക്കായിരിക്കാം. പോട്ടെ, അല്ല അത്രയെങ്കിലും ആട്ടെ, നേരിട്ട് ദൈവത്തിന് എന്തുവാ, പോട്ടെ പോട്ടെ. ഏതായാലും ഈ പിള്ളേർ കുരുത്തക്കേട് കാണിക്കും. പിള്ളേരെന്ത് എന്ത് ചെയ്യും? കുരുത്തക്കേട്. കുറെ ചണ്ണന്മാർ പറഞ്ഞടാ നമ്മുടെ ഭാഷ വെച്ച് അപ്പൊ ഇവന്മാരുടെ പണി സഭായത്തിന് നേതൃത്വം കാണിക്കും. ഈ പണി ആരെയാ മാതൃക? ഇവന്മാരുടെ ഗുരുത്തക്കന്മാരുടെ പണിയാണ് സഭായത്തിന് വന്നിരുന്നത്. എന്ത് ചെയ്യുക? എന്തായാലും 3 വർഷം ഈ ദൈവദാസൻ അവിടെ ഇരുന്നു. അദ്ദേഹം മാറിപ്പോയി. പക്ഷെ പിള്ളേരുടെ എന്താ പറയും, പിള്ളേരുടെ ചട്ടില് മാറി. ഇത് കുരുത്തൊക്കെ സംഭവം എപ്പോഴാണ് ഗുരുതരാന്നറിയോ? കല്യാണാലോചന വന്നു. അന്നവർ നോക്കിയപ്പോൾ എന്തുവാ ചെറുക്കനും അല്ല, കുഴപ്പമാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇതെന്തുവാ? അല്ല അതെന്തുവാ ഞങ്ങൾ തോന്നും, അന്ന് യാപ്പ് തോന്നും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാറ്റിനും മാതൃക ആരാ? യേശു കർത്താവാണ്. പോട്ടെ, വിഷയത്തിലേക്ക് വരാം. യേശുവാണ് മടങ്ങി വരുമെന്ന് വ്യക്തമായി യേശു തന്നെ പ്രസ്താവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യെസ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത്, നമ്മുടെ കർത്താവ് പോസ്റ്റ് പറയുന്ന ആളാണോ? കുറച്ച് പറ. നമ്മള് പോസ്റ്റ് പറയാറുണ്ടോ? അങ്ങനെ പറയാറ്. എവിടെ പോവാ? അവിടെ വരെ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ വരെ. ഞാൻ ഇത്രയും പ്രായത്തിനകത്ത് അവിടെ വരെ ഒരു സ്ഥലം ഇന്ന് ഉണ്ടോ? അവിടെ വരെ ഒരു സ്ഥലം കണ്ടോ? എവിടെ പോവാ? അവിടെ വരെ. മനസ്സിലായോ? അങ്ങനെ സ്ഥലം എവിടെ എനിക്കറിയത്തില്ല. ഇവിടെ മുഴുവൻ അന്വേഷിച്ചാൽ ആ സ്ഥലം കാണത്തില്ല. എന്നാലും എന്റെ യേശു എന്ന് പറയുന്നവരല്ല, പോസ്റ്റ് പറയുന്നവരല്ല. യേശു എന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത്, അടുത്തത്, ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരുക്കിയതല്ല, ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. ഇതുവരെ ഒരുക്കിയതല്ല, പുതിയതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. അടുത്തത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയ. എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. സ്വാർത്ഥതയില്ലാത്ത യേശുവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. കൂടെ ആരെങ്കിലും ഇരിക്കുവോ? ഞാൻ വല്ല അതും കൂടി പഠിപ്പിക്കുന്നോ? എല്ലാം പോയിട്ട് ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് പ്രസംഗിക്കണ്ടേ. എല്ലാവരും അവിടെ പറഞ്ഞ പിന്നെ ഞാനെന്തോ പിള്ളേർ സാറേ അതിന്റെ അല്ല സാറേ ഇവിടെ എല്ലാം കൂടെ നമ്മളെവിടെ പോയി പറഞ്ഞു. ഒരിക്കലും ഉണ്ടല്ലോ ഒരു ഗുരു ശിഷ്യൻ അവനെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത്തിരി താന്നിക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ യേശു അങ്ങനല്ല. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ. ആ തള്ളക്കോഴി കോഴിക്കുഞ്ഞിനെ എന്താ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. സ്വന്തം തള്ളക്കോഴി കോഴിക്കുഞ്ഞിനെ ചേർക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ എന്തോ ചെയ്യും പറ ചേർത്തുകൊള്ളും. അതുകൊണ്ട് സന്തോഷമുണ്ട്. അതിനാണ് പറയുന്നത് യേശുവിന്റെ 2ാമത്തെ വരം. മക്കളെ പോയി വരട്ടെ, അപ്പച്ചനിപ്പം വാരാ. നാടശൈലിയിൽ പാടുക, വീട്ടിലെ ഭാഷയിൽ പാടുക. മക്കളെ പോയി വരട്ടെ, അപ്പച്ചനിപ്പം വാരാ. കുറഞ്ഞൊന്നു കഴിഞ്ഞിടട്ടെ, പിന്നെയും എന്നെ കാണാം. അതുവരെ നിങ്ങൾക്കായി
ആശ്വാസ പ്രിയൽ വരുന്നേ, അതുവരെ നിങ്ങൾക്കായി ആശ്വാസ പ്രിയൽ വരുന്നേ. അങ്ങനെയെങ്കിൽ പോയതുപോലെ മടങ്ങി വരാമെന്ന് എൻ്റെ യേശു അരുളി ചെയ്തു. കുറച്ച് പറഞ്ഞാട്ടെ, കുറച്ച് പറ. പോയതുപോലെ തിരികെ വരൂ എൻ്റെ പ്രാണ പ്രിയ യേശു. പോയതുപോലെ തിരികെ വരൂ എൻ്റെ പ്രാണ പ്രിയ യേശു. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പോയതുപോലെ എൻ്റെ യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ദൈവത്തെ ഒരു സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് എൻ്റെ യേശു എന്നോട് പറഞ്ഞു. സ്തോത്രം. ഒന്ന്, യേശു കർത്താവ് പറഞ്ഞു ഞാൻ മടങ്ങി വരും. രണ്ടാമതായി ഈ പാട്ടും പാടി യേശു കർത്താവ് മേളോട്ട് പോയി. എന്തോ ഇത് പാട്ടാ? മക്കളെ പോയി വരട്ടെ, അപ്പച്ചൻ ഇപ്പം വരാ. അങ്ങനെയല്ലേ പറയുന്നത്? കുറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പൊട്ടായി കൊണ്ട് വരാം കേട്ടോ. അതേ പോക്ക് പോയപ്പം അവൻ ശിഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കുമ്പം കേട്ടോ, ദൂതന്മാരെന്ത് പറഞ്ഞു? പ്രവൃത്തി 1:11. യെസ്, 1:11. യെസ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ അവൻ യേശുവിന്റെ ജനനം ദൂതന്മാർ പ്രഘോഷിച്ചുവെങ്കിൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിൽ യേശുവിനെ എതിരേൽക്കാൻ വന്ന സ്വർഗീയ ദൂതന്മാർ പറഞ്ഞു യേശു മടങ്ങി വരും. ശക്തിയോടെ പറ, പ്രത്യാശയോടെ പറ, ജീവനോടെ പറ. ആമേൻ. ദൂതന്മാർ പറഞ്ഞു. ഇനി ശിഷ്യന്മാർ പറഞ്ഞു ഒന്നും ഞാൻ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 15:9 പൗലോസ് പറയുന്നു അവൻ മടങ്ങി വരുമെന്ന്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു അവൻ മടങ്ങി വരുമെന്ന്. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു അവൻ മടങ്ങി വരുമെന്ന്. എന്തിനു പറയുന്നു? ശ്ലീഹന്മാരെല്ലാവരും ആവർത്തിച്ച് പ്രസ്താവിച്ചതായ ഒന്നാണ് ആര് മടങ്ങി വരുമെന്നുള്ളത്. കുറച്ച് പറഞ്ഞാട്ടെ, യേശു മടങ്ങി വരും എന്നുള്ളത് എൻ്റെ യേശു മാത്രമല്ല, ശിഷ്യന്മാരും ദൂതന്മാരും പറഞ്ഞതാണ്. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. അടുത്തതായി യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. ഒരു ലക്ഷണം പറയാവോ? ഇത് തന്നെ അതിൻ്റെ ഒരു ലക്ഷണമാണ്. ആരും മിണ്ടാതിരിക്കുന്നത്. ഇത് കൂടിയ ലക്ഷണം ഞാൻ എവിടെ തേടി? രാജ്യമൊക്കെ പോണെങ്കിൽ റഷ്യയിലും അമേരിക്ക എവിടെയൊക്കെ പോകണം, ഓസ്ട്രേലിയ ആയാലും ഉഗാണ്ടായാലും. നമുക്ക് ഇവിടത്തെ ഒന്ന് കഴിച്ചിട്ടാണ് വെളിയിലോട്ട്. ഓ, ആരും മിണ്ടാതിരിക്കുന്നു. അത് തന്നെ യേശുവിൻ്റെ വരവിൻ്റെ ആത്മീക മന്നത, യേശുവിൻ്റെ വരവിൻ്റെ ഒരു തെളിവാണ്. അത് നമ്മിൽ തന്നെ വെളിപ്പെടുമ്പോൾ ഓർത്തോണം മണവാളൻ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ തൊടാൻ ഒക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായവും നിങ്ങൾ വീട്ടിൽ പോയി ശാന്തമായി വായിച്ചാൽ ഡസൻ കണക്കിന് ലക്ഷണങ്ങൾ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമായി അവിടെ പറയുന്നുണ്ട്. അതാര് പറഞ്ഞതാ? മത്തായി 24-ലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും വരവിന്റെ അടയാളങ്ങൾ ആര് പറഞ്ഞതാ? എൻ്റെ യേശു പറഞ്ഞതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ലേഖനങ്ങളിലല്ല, സുവിശേഷങ്ങളിൽ എൻ്റെ യേശു അവൻ ഒന്നല്ല രണ്ടല്ല. നിങ്ങൾ വീട്ടിൽ പോയി ഈ 2 അധ്യായങ്ങൾ ഒന്ന് രണ്ടായിട്ട് വായിക്കരുത്. 2 വേദപുസ്തകം എടുത്ത് ഇത് 2 കൂടെ ഒരുമിച്ച് ഒന്ന് നൂത്തി വെച്ചിട്ട് അക്കമിട്ട് നാളെ ക്ലാസ് ഇല്ല, അല്ലായിരുന്നെങ്കിൽ ഹോംവർക്ക് തരാമായിരുന്നു. എങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്ന് അക്കമിട്ടെന്ന് നോക്കണം. യേശുവിൻ്റെ വരവിന്റെ അടയാളമായി പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ അവയെല്ലാം ഒന്ന് എഴുതിയിട്ട് ഒരു ചുവന്ന മാർക്കർ എടുത്ത് അവൻ നിറവേറിയത് ഒന്ന് ടിക്ക് ചെയ്യണം. നിറവേറാത്തത് വല്ലതും ഉണ്ടെങ്കിൽ വല്ലോ ഉണ്ടെങ്കിൽ അർത്ഥം മനസ്സിലായല്ലോ. ഉണ്ടെങ്കിൽ റൗണ്ട് ഇട്ടിട്ട് കർത്താവെ ഇതുകൂടെ ഒന്ന്, അല്ല അതിന് മുമ്പ് എന്നെ ഒന്ന് ശരിയാക്കണേ എന്നുള്ള പ്രാർത്ഥിച്ചിട്ട് വേണം. അല്ല അത് പ്രാർത്ഥിക്കാതെ മറ്റേത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യത്തിൽ എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തതായി 1 തീമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ശ്ലീഹന്മാര് കർത്താവിന്റെ വരവിന്റെ അടയാളമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാട്ടെ. 1 തീമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യെസ്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇവിടുത്തെ ഗതി എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്വത്രം ഈ അടുത്ത സമയത്തൊരു സഭയുടെ ഉപദേശം ഞാൻ കേട്ടു, ഞാൻ ഞെട്ടിപ്പോയി. ആ ഉപദേശം ഇതാണ്: യേശുവിന്റെ കാൽവരി മരണത്താൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ശരിയാണോ? അറിയത്തില്ല. യേശുവിന്റെ കാൽവരി മരണത്താൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പായോ? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. എന്നാൽ ഏത് വീണ്ടെടുപ്പായില്ല? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവിന്റെ വരവോടുകൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഉണ്ടാവും. എന്നാൽ ആ പുതിയ മതത്തിന്റെ ഉപദേശം കേൾക്കണമോ? ആത്മാവിന്റെ വീണ്ടെടുപ്പ് കാൽവറി മരണത്തോടുകൂടെ സാധിച്ചത് കൊണ്ട് ശരീരം കൊണ്ട് എന്ത് പാപം നീ ചെയ്തോ, ചത്ത് ചവക്കോട്ടെ കൊണ്ടിട്ട് കഴിയുമ്പം ശരീരം കൊണ്ട് ചെയ്തതെല്ലാം അവിടെ അങ്ങ് ലയിച്ചു ചേരും. നീ എവിടെ പൊക്കോളും? അടിപൊളി ഉപദേശം. ഇവിടെ പൊളിക്കാം, അവിടെ വാഴ. ഇവിടെ പൊളിക്കാം, അവിടെ എന്തോ ചെയ്യാം, വാഴ. വല്ലോ മനസ്സിലായോ? അതാരാ എന്തുവാന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. സ്വോത്രം, പ്രൈസലോ. ഉപദേശമാ ഇത്. കേട്ട കൂടാത്ത ചെറുപ്പക്കാരും വല്ലോ ഉണ്ടോ? അടിക്കാനും പൊളിക്കാനും പറ്റിയ സ്ഥലം പിന്നെ സ്വർഗത്തിൽ എന്ത് ചെയ്യാം? പോകാം. പ്രൈസലോ. അന്ത്യകാലത്ത് ദുഷ്ട ഉപദേശങ്ങളുടെ ആവിർഭാവമുണ്ടാകും. യേശുവിന്റെ വരവിന്റെ അടയാളമാണ്. ഇനി 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെ ഓടിച്ചൊന്ന് വായിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, പെട്ടെന്ന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്തത് മനുഷ്യരാരാ? കുറച്ചു പറ. സ്വന്തം കാര്യം. അപ്പനെ നോക്കണ്ട, ബാക്കി പറ. അമ്മയെ നോക്കണ്ട, ആരെയും നോക്കണ്ട. സ്വസ്നേഹികളും. അടുത്തത് കുറച്ച് പറ. ദ്രവ്യാഗ്രഹികളും. എന്റെ പൊന്നേച്ച തെണ്ടിക്ക് പോലും ഇപ്പൊ ദ്രവ്യാഗ്രഹമായി. ഞാൻ ചെങ്ങന്നൂർ എറണാകുളത്തിന് യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു വൃത്തം വന്ന കൈ നീട്ടി 5 രൂപ. സാറിനിരിക്കട്ടെ സാറേ, സാറ് ചായ കുടിച്ചോളാം പറഞ്ഞു. സാറിനിരിക്കട്ടെ സാറേ, സാറ് ചായ കുടിച്ചോളാം. ഞാൻ പറഞ്ഞു ദൈവമേ വിവരമുണ്ട്, എന്നെ സാറേന്ന് വിളിച്ച. 5 രൂപ വന്നു. സാറേ 10 കുറഞ്ഞ് ഞാൻ മേടിക്കത്തില്ല. എടാ അവന് പോലും എന്തോ ആയിപ്പോയി. നമ്മുടെ കാര്യം പറയാൻ പറ്റും.
ദ്രവ്യാഗ്രഹികളും അടുത്തത് അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അടുത്തത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അടുത്തത് നന്ദി കെട്ടവരും അടുത്തത് അശുദ്ധരും. ഒരു 500 രൂപ ഒരാൾ കൊടുത്താൽ പറയും പിന്നെ അയാൾ 500 തൂമ്പായിരിക്കാം. 500 തൂമ്പായാ തന്നത്. അല്ലോ മനസ്സിലായി. ഈ 500 രൂപ കൊടുത്തവൻ ഇത് അങ്ങോട്ടാക്കിയത് എങ്ങനെയാന്ന് അവനാണ്. 500 തൂമ്പാന്ന് വെച്ചാൽ അയാൾ വലിയ ചായ പഠിക്കുന്നു. നന്ദി കെട്ടവനും അശുദ്ധരും വായിക്കാത്ത ചാപ്പാളം പോലെയും മൂക്കിനകത്തൂടെ പോകുകയും വയറ്റിനകത്ത് കള്ളും സ്വോത്രം മൂക്കിനകത്ത് മൂക്കിപ്പൊടി. എന്റെ പൊന്നച്ച മുഴുവൻ അശുദ്ധരുമാ. വാത്സല്യം അതൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ ആകെപ്പാടെ പ്രശ്നമാകും. എന്തോ ഇല്ലാത്തവരാ? വാത്സല്യമില്ലാത്തവരും എന്തോ പിള്ളേരൊന്നും ഇണങ്ങത്തില്ല. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. സ്വോത്രം ഇണങ്ങാത്തവരും വ്യാഖ്യാനിക്കുന്നില്ല. ഒന്നും വ്യാഖ്യാനിച്ചാൽ വലിയ പ്രശ്നങ്ങളാണല്ല. ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഇന്ദ്രിയജയമില്ലാത്തവരും ഉഗ്രന്മാരും. ഒന്ന് പറയുന്നത് രണ്ടാമത്തെ തട്ടിക്കളയോന്നാ പറയുന്നത്. നിന്നെ കാണിച്ചാലാന്നാ പറയുന്നത്. സൂക്ഷിച്ചോ എന്ത് വന്നിരിക്കുന്നത്? ഉഗ്രന്മാരും സൽഗുണദോഷികളും എന്തോ ഈ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അവതാരം ഇത് എന്തോ ചിന്ത വരുമെന്ന് എനിക്കും ഒരു പേടി വരുന്നുണ്ട്. എന്തോ ദോഷികൾ എല്ലാം മനസ്സിലായി. നല്ല കാര്യം പറഞ്ഞാൽ ഇപ്പൊ നിന്റെ തലയിൽ എന്ത് ചെയ്യത്തില്ല. അന്ത്യകാലത്തിന് ലക്ഷണം. മാരാമണ്ണ കൺവെൻഷനിൽ ആള് പറഞ്ഞൊരു ഉദാഹരണം എന്റെ ഓർമ്മയിലുണ്ട്. ഒരു സാറ് ക്ലാസ്സിൽ ചെന്നു. ചാരായം കുടിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായി അദ്ദേഹം 2 ഗ്ലാസ് അങ്ങോട്ട് വെച്ചു. ഒന്നിനകത്ത് ചാരായം ഒഴിച്ചു, ഒരു ഗ്ലാസിനകത്ത് പച്ചവെള്ളം ഒഴിച്ചു. കുട്ടികളെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്ലാസ്സിൽ എന്താണ്? സാർ ഞാൻ പറയാം. ഒന്നിനകത്ത് ചാരായം, മറ്റേനകത്ത് വെള്ളം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. എന്നിട്ട് ഈ സാറ് 2 മണ്ണിര എടുത്ത് 2 ഗ്ലാസ്സിനകത്തോട്ടിട്ടു. ശകലം കഴിഞ്ഞപ്പോൾ ചാരായമുള്ള ഗ്ലാസ്സിൽ വീണ മണ്ണിര ചത്തുപോയി. വെള്ളമുള്ള ഗ്ലാസ്സിൽ കിടന്ന മണ്ണിര എന്ത് ചെയ്തു? ഇങ്ങനെ. കുട്ടികളെ ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സാർ ഞാൻ പറയാം. ഓർത്തരുത്. എന്തുവാടാ? നമ്മുടെ വയറ്റിൽ ഒത്തിരി പേരെയുണ്ട് സാറേ. ഇതെല്ലാം ചാകണമെങ്കിൽ നമ്മൾ ചാരായം നല്ലപോലെ കുടിക്കണം. എടാ എന്താ ഇവന്റെ പേരാ സൽഗുണദോഷി. സാറ് ചാരായം കുടിച്ച വിരയാത്ത പോലെ നീ വടിയാകും. കുടിക്കരുതെന്ന് പഠിപ്പിക്കാനാ പണി ഒപ്പിച്ചത്. അവന് മനസ്സിലാക്കിയത് ഉള്ളിലെ വിര മാറാൻ ചാരായം കുടിക്കുന്നു. സൽഗുണദോഷികൾ. ഗുണമുള്ളത് എന്തോ പറഞ്ഞാലും തലേ കയറാത്ത സൽഗുണദോഷികളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. അടുത്തതാ എന്തോ ദ്രോഹികൾ. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. 5 ഏക്കർ പറമ്പുള്ളവനും അതിനെ കൊണ്ടുവന്ന് ലാഗ് വെക്കും. എന്താണെന്നറിയാമോ? മറ്റവന്റെ പുരാണത്തിലോട് കയറിക്കോട്ടോ. എന്തോ പറ ദ്രോഹികൾ. എന്തോ ഇവിടെ അതില്ല. ദൈവത്തിന്റെ കൃപ. പിന്നെ വേറെ എന്തോ ദ്രോഹം എനിക്കറിയത്തില്ല. എന്തോ ദ്രോഹികൾ. ഓ എന്തെല്ലാം സൈസില് ദ്രോഹികളും. അടുത്തത് ദാസ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കിടപ്പ. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം യേശു കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ ലക്ഷണം. 2ാമതായി യേശു കർത്താവ് യേശുവിന്റെ വരവിന് മുൻപുള്ള കാലഘട്ടത്തെ 2 കാലഘട്ടത്തോട് ഉപമിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, നോഹയുടെ കാലം പോലെ. എന്താ കാലം? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ എന്തുവാ? നട്ടും തിന്നും കുടിച്ചും
വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും യാതൊന്നിനെ കുറിച്ചും ഒരു ഗ്രാഹ്യവും ഇല്ല. നേരം വെളുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, 1 മണിയാകണം ചാപ്പാടടിക്കണം, 4 ചായ കുടിക്കണം, 7 ചാപ്പാടടിക്കണം, 9 ഉറങ്ങണം. തിന്നു കണ്ടോ? മനുഷ്യൻ യാതൊരു വിധമായ അടുത്തത് ഞാൻ വിശദീകരിക്കുന്നില്ല. ലോത്തിന്റെ കാലം. എന്തോ കാലം? എന്തോ ലോത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത? എന്തോ എന്തോ ഹോമോസെക്സ്. ലോത്തിന്റെ വീട്ടിൽ വൈകുന്നേരത്ത് 2 ദൂതന്മാര് വന്നു ദൂതറിയിക്കാൻ. വൈകുന്നേരമായപ്പോ നാട്ടുകാരെങ്കിലും വളഞ്ഞു. വീട്ടിൽ വന്ന പുരുഷന്മാരെ ഇങ്ങോട്ട് ലോത്ത് പറഞ്ഞ് പെൺപിള്ളാരെ എത്താറ്, പെണ്ണിനെ വേണം, ഞാൻ കാണുന്നേ മതി. എടാ എന്തൊരു കാലം! ഹോമോസെക്സ് കൂടിയ ഒരു കാലഘട്ടമായിരുന്നു ലോത്തിന്റെ കാലമെങ്കിൽ ഇന്ന് സഭകൾ പോലും അതിന് അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ വരാൻ കാലമായി. ആമേൻ. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞങ്ങ് വിട്ടേക്കാം. ലോത്തിനെയും ഭാര്യയും 2 പെൺപിള്ളാരെയും കൂടെ ദൈവം വലിച്ചിറക്കി സംഗതിയും കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകുന്ന ഒത്തിരി പാടാൻ. എന്തായാലും ഓടിയൊരു ഗുഹയ്ക്കകത്ത് ഇതുങ്ങൾ 3 കൂടെ എന്ത് ചെയ്തു? കേറി. വൈകിട്ട് കുപ്പി പൊട്ടിച്ചു. എന്തോ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ന്യായമായി ചെന്ന ഗുഹയ്ക്കകത്ത് കുപ്പി കാണുമോ? അല്ല, നിങ്ങളത് ചിന്തിച്ചേ. ന്യായമായി ചെന്ന് കയറിയിടത്ത് കുപ്പി കാണുമോ? പണ്ട് ചെന്ന് കുടിച്ചവന്മാരിട്ടത് കുപ്പി കാണുമോ? പിന്നെ ഈ കുപ്പി എങ്ങനെ വന്നു? ഇവളുമാരെ സോതാമി നോടിയ കൂട്ടത്തിൽ 2 പോക്കറ്റിൽ 2 ഇത് ഇട്ടോണ്ടാ കിടോ എന്ന് പറഞ്ഞ് ഓടിയത്. അപ്പൊ ഇവളുമാര് അങ്ങ് പറഞ്ഞു, ഇതെടുക്കണമെങ്കിൽ പറ. അല്ല, ഇതെടുക്കണമെങ്കിൽ പറ. സ്വൽപ്പോ അജീർണം നിമിത്തമായിരിക്കും, ഇല്ലയോ? പോക്ക് നോക്കി കണ്ടോ? ഇനി അടുത്തത്, ഇതാർക്കൊഴിച്ചു കൊടുത്തു? അപ്പൊ അപ്പം കുടിച്ചോ? അപ്പൊ ഈ തന്തപ്പടിയും കുറേച്ചെ എന്ത് ചെയ്യുമായിരുന്നു? അല്ലേ പറയും, മക്കളെ എനിക്ക് വേണ്ട, ഞാനത് കുടിക്കത്തില്ല. പറഞ്ഞോ? ഇല്ല. കണ്ടോ? ഹോമോസെക്സിന്റെയും മദ്യത്തിന്റെയും എല്ലാവിധമായ മ്ലേച്ഛതയുടെയും അരങ്ങേറ്റമായിരുന്നു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്. ആ ദേശത്തെ ദൈവ തീ കൊണ്ട് ദഹിപ്പിച്ചുവെങ്കിൽ പാപത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നതായ ഈ ഭൂമിക്ക് ദൈവ തീപ്പറ്റിക്കൊള്ളി ഒരയ്ക്കാൻ സമയമായി. അതിനു മുൻപ് ഒന്ന് സംഭവിക്കും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ ദൈവം വിടുവിക്കും. ആമേൻ. ഒരു കാര്യം വ്യക്തമാണ്, യേശു ഇതിന് തീ കൊടുക്കും മുൻപേ തന്റെ ജനത്തെ ഇവിടെ നിന്ന് വിടുവിക്കും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മുടെ പ്രത്യാശ അതാണ്, നമ്മുടെ പ്രത്യാശ അതാണ്. ഞാനൊരിക്കൽ ഇങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ ട്രാഫിക്കിനകത്ത് വിട്ടു. അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്തയാൾ പറഞ്ഞ്, പാസ്റ്ററേ, എന്തോ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളതിൻ്റെ അടയാളം പറ. ഞാൻ പറഞ്ഞു, ട്രാഫിക് ജാം. എന്തോ അടയാളമാണോ? എൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ അടയാളം ആ ട്രാഫിക് ജാം. വായിച്ച് നാഹൂം പ്രവചനം 2-ാം അധ്യായം 3-4 വാക്യം. നാഹൂം പ്രവചനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യെസ്.
യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രായേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചു പറിക്കാർ അവരോട് പിടിച്ചു പറിച്ചും പിടിച്ചു പറിക്കാർ അവരുടെ പിടിച്ചു പറിച്ചും അവരുടെ മുന്തിരികളിൽ നശിപ്പിച്ചും കളഞ്ഞു. അവന്റെ വീരന്മാരുടെ പരിച പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ച് നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കലകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചാടുന്നു. വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. നോക്കിക്കേ, ഓരോ വർഷം കഴിയുന്തോറും വാഹനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസലോ. അമേരിക്കയിലായിരുന്നു വർധനവ്, കേരളത്തിൽ ഒത്തിരി കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനേക്കാൾ കട്ടകാലം അവിടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ അടയാളം തേടി ഇസ്രായേലിലെങ്ങും പോകണ്ട, ആഫ്രിക്കയിലും പോകണ്ട. ഓരോ ട്രാഫിക് ജാമിൽ ചെല്ലുമ്പോഴും ഓർത്തോളം എൻ്റെ യേശു വരാറായി. സ്തോത്രം. എൻ്റെ യേശു വരാറായി. വാഹനങ്ങളുടെ നിര കാണുമ്പോൾ വീഥികളിലൂടെ രഥങ്ങൾ വാഹനങ്ങൾ അതിവേഗം ഓടുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ യേശു വരാൻ സമയമായി. തൊഴിലില്ലായ്മ അമേരിക്കയിൽ ഇല്ലെന്ന ഒരു കാലത്ത് അറിഞ്ഞത്, പക്ഷേ ഇവിടെ രൂക്ഷമായി വ്യാപരിച്ചു. അതെന്റെ യേശുവിന്റെ വരവിന്റെ അടയാളമാണ്. എത്ര പേർ കാര്യം മനസ്സിലായി? വേതനം കുറയുന്നു, അതെന്റെ യേശുവിന്റെ വരവിന്റെ അടയാളമാണ്. കടൽ ക്ഷോഭങ്ങൾ, സുനാമി, കത്രീന, റീതാമ്മ, റോസമ്മ, എന്തെല്ലാം പേരുകളാണ്. ഇതെല്ലാം ഈ പെണ്ണുങ്ങളുടെ പേരാ. എന്തുവാന്ന് എനിക്കൊരു വെടിയും കിട്ടുന്നില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കടൽക്ഷോഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ലോകത്തെ മുഴുവൻ കണ്ടമാനമിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, കടലിന്റെ ലക്ഷണങ്ങൾ ഓരോന്ന് വെളിവായി വരുമ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ യേശുവിന്റെ വരവിനെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി. നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തുപോയി. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു മുഖവര പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രസക്തമായ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആധികാരികമായി, വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് 1 തെസ്സലോനി 4:16 വാക്യം. എല്ലാവരും ചേർന്ന് ഒന്ന് വായിച്ചാട്ടെ. യെസ്, 1 തെസ്സലോനി 4:16 വാക്യം. യെസ്, യെസ്, എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ശബ്ദം എന്തോ? യേശുവിന്റെ വരവെങ്കിൽ ശബ്ദമാണോ സംസാരമാണോ? പറ. ഇന്നിവിടെ ശബ്ദമാണോ സംസാരമാണോ? എന്തോ? സംസാരം. ശ്രദ്ധിക്കണം. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറയുന്നു. 3 ശബ്ദങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങും. എന്താണ് ശബ്ദം? ശബ്ദം ദൈവം തന്നൊരു വലിയ വരദാനം. കഴുതയുടെ ശബ്ദമുണ്ട്, കുയിലിന്റെ ശബ്ദമുണ്ട്. ഏത് ശബ്ദമായി ഇഷ്ടം? ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു. അയ്യോ, കുഞ്ഞ് കരയുന്നു കേട്ടോ, അയ്യോ കുഞ്ഞ് ചിരിക്കുന്നു. രണ്ടും ഒരുപോലെ കേട്ടോ. ആ തള്ളയുടെ ഗതി എന്തുമായിരിക്കും? അല്ല, കൊച്ചിന്റെ ഗതി എന്തായിരിക്കും? ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിവ് ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആർക്കാണ് ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുന്നത്? ഈ മൊബൈൽ ഫോണും ഒക്കെ വന്ന കാലത്ത് ഞാൻ എന്തിനാ അതിനെ കുറിച്ച് അധികം പറയുന്നത്? ആ ടവറുമായി ബന്ധമുണ്ടെങ്കിൽ
ആ ഫോണിലേക്ക് ശബ്ദം തരംഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി എൻ്റെ യേശുവുമായി നിനക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ കാഹളനാദം നിന്റെ കാതുകളിൽ മുഴങ്ങും. ആ ബന്ധമില്ലെങ്കിൽ ആ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങുകയില്ലേ ഇല്ല. അടുത്തത് ശബ്ദം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, അവന്റെ ശബ്ദം നീ കേൾക്കുകയില്ല. എന്നാൽ നീ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഇരിക്കാമെങ്കിൽ അവന്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴങ്ങും. ആമേൻ. മറ്റൊരു കോളിലാണെങ്കിൽ സൗണ്ട് കേൾക്കാം, പക്ഷേ നിനക്ക് ആ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. മറ്റൊരു കോളിലല്ല നീ പിന്നെയോ എൻ്റെ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ആ ശബ്ദത്തിന് വേണ്ടി ചെവിചാദിക്കുന്ന മണവാട്ടിയെ, ക്രിസ്തുവിന്റെ സഭയെ, നീ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ സമയമായി. ഒരു ചോദ്യം ചോദിക്കുക. കർത്താവ് തൻ ഗംഭീരനാദം, പിന്നെ ദൈവത്തിന്റെ ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം കൂടെ എന്തിനാ ഉണ്ടാക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞ് കേൾക്കാനിരിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി, അല്ലാത്തവർ പറയണ്ട. എല്ലാരും ഇവിടെ ഉണ്ടോ? ആമേൻ. ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കിൽ മറുപടി ഒന്ന് പറഞ്ഞേ. എന്തോ ആത്മാവ് ഉണർത്ത എല്ലാം ഉറങ്ങി കിടക്കുക അല്ലേ? കൊള്ളാം 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 കൊള്ളാം. പ്രിയന്റെ സ്വരം തിരിച്ചറിയാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം ആരറിഞ്ഞു? ഉത്തമഗീതത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇതാ വാതിക്കൽ മുട്ടുന്ന. ഇവിടെ അതെങ്ങനാ മനസ്സിലായത്? മുട്ട് കേട്ടപ്പോ പ്രിയനാന്ന്. ഇവിടെ തട്ട് കേട്ടിയാ മനസ്സിലാകത്തില്ല, പിന്നെ അതിന് മുട്ട. ഞാനൊക്കെ തുറന്ന് പറയാം കേട്ടോ. രാത്രി വന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മുട്ടിയാൽ ഭർത്താവാണോ വേറെ വല്ലവരും വന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഒക്കുവോ? ബെല്ലടിച്ച സോറി മുട്ടല്ല, ബെല്ലടിച്ചു. അറിയുവോ? എന്നാ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. പറയാമോ? ഞാൻ ഒത്തിരി രാത്രി എന്ന് മനുഷ്യനാ. പാതിരാത്രിക്കൊക്കെ വന്ന് കയറി. ഞാൻ പറഞ്ഞു, വത്സമ്മേ, ഞാൻ വന്ന് 3 മുട്ടിയാ ഞാനാ. ഞങ്ങൾ രഹസ്യ ധാരണയുണ്ടത്. മരിച്ചു പോയത് കൊണ്ടാ ഇപ്പൊ ഞാൻ പറയാൻ ഞാൻ പറയത്തില്ല. നിങ്ങൾ ആലോചിച്ചോടെ മുട്ടിയാലോ 3 മുട്ട്. ഞാൻ പറയും, വത്സമ്മേ, 3 മുട്ടിയാ ഞാനാ. എന്തോ ഞങ്ങളമ്മയുള്ള അടയാളമാണ്. ഇപ്പൊ അങ്ങ് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ പറഞ്ഞാൽ ചായ മാത്രം മതി എന്ന് പറഞ്ഞാൽ ചായ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വൃത്തിയായിട്ട് വല്ല കൊണ്ടുവരാൻ. അല്ലാതെ വത്സമ്മ ചായ എടുക്കുക കേട്ടോ, കാപ്പി വേണോ, ചായ വേണോ, പഞ്ചാര വേണോ, വേണ്ടായോ, വൃത്തികെട്ട ഭർത്താവ് അങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ ചായ റെഡി എന്ന് പറഞ്ഞാൽ ചായയും ചിപ്സും റെഡി എന്ന് പറഞ്ഞാൽ പലഹാരങ്ങൾ പലതും റെഡി. അല്ലാതെ വെള്ളം എല്ലാം എടുത്തോണ്ട് കേട്ടോ, വെള്ളം ഉണ്ടോ, ഇങ്ങനെ നാണക്കേടാ. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സ്വരം കേട്ടാൽ അറിയണം ചായ വേണോ, പറയുന്നു, പലഹാരം എടുക്കണോ, എല്ലാം എടുക്കണോ, ഒന്ന് തന്നെ വേണം. അങ്ങനെയെങ്കിൽ മണവാട്ടി യേശുവിൻ്റെ സ്വരം മനസ്സിലാക്കാൻ നിനക്കൊരു കൃപ വേണം. വല്ല മനസ്സിലായോ? എന്ത് മനസ്സിലാക്കാൻ? ഉത്തമഗീതം ഇതോ വാതിക്കൽ മുട്ടുന്ന എൻ്റെ. എങ്ങനെ മനസ്സിലായി? അവക്കറിയാം 3 മുട്ടാ മുട്ടിയത്. ഇതാരാ? പക്ഷേ കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇവിടെ തുറക്കത്തില്ല. പ്രിയൻ കിളിവാതിലൂടെ ഇങ്ങനെ കൊച്ചിനകത്തൂടെ കൈ പോലും ഇട്ട് കാണിച്ചു. എന്നിട്ടും ഇവളെ എന്നിട്ട് പ്രിയന്റെ വഴിക്ക് പോയി. അന്ന് ഇപ്പൊ വ്യാഖ്യാനിക്കാൻ സമയമില്ല. അതുകൊണ്ട് കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇത് 3 ശബ്ദമാണോ? ആണോ? ഞാൻ വന്ന് എഴുതാറ്, നമുക്ക് പോവാം എന്നൊന്നും പറയത്തില്ല. ഈ ശബ്ദം 3 എന്തിനാണെന്നൊന്ന് പറഞ്ഞേ അറിയാവുന്നവര്. തെറ്റായാലും ശരിയായാലും ഒന്ന് പറഞ്ഞേ. എന്തോ തിരിച്ചറിയാൻ. അടുത്തത്
പണ്ട് വേട്ടമല ഉപദേശി എന്ന് പറയുന്ന ഉപദേശി സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗിക്കുന്നത്. പാപത്താൻ താമസിച്ച വീട്ടിലിങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ തമ്പുരാനെ മൂന്നൊരു സൗണ്ട് കേട്ടു. ഈ ഹെലികോപ്റ്റർ പോയതാ. അദ്ദേഹം വിചാരിച്ചത് കർത്താവ് വരുന്നു വിചാരിച്ച ചറ്റ പൊളിച്ചോണ്ടൊരു ചാട്ടം വെടി കർത്താവ് വന്നു. അയ്യോ നിങ്ങൾ പോകാൻ പറഞ്ഞു. അവരെ ശരിക്കും പറഞ്ഞ വേട്ടകളെ വിറ്റത് ചാടി വീണു. ഹെലികോപ്റ്റർ എൻ്റെ വഴിക്ക് പോയി. എൻ്റെ മനുഷ്യ എന്തായാലും മേളം കെട്ടിച്ചാടി ഉള്ള ചറ്റ അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഈ ബഹളം കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ച ആര് വരിക എന്ന്. ഇന്നിവിടെ ബോംബ് പൊട്ടിയാലും പറയും പൊട്ടിയതായിരിക്കും, നീ എവിടെ കാണാൻ അടങ്ങി കിടക്ക്. വളരെ ശ്രദ്ധിക്കണം. യേശുവിന്റെ സ്വരം എന്ത് ചെയ്യുക? പറ. സ്വന്തം ഭർത്താവിന്റെ സ്വരം എന്ത് ചെയ്യുക? തിരിച്ചറിയുക. അതൊരു വലിയ വിഷയം, വലിയ വിഷയം. എന്തോ ശബ്ദം തിരിച്ചറിയുക. എന്തിനായി മൂന്ന് ശബ്ദം ഞാൻ ഓടിച്ചു പറയാം. ഒന്നാമതായി വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ചേർക്കുവാൻ വരുന്ന യേശു മധ്യാകാശത്തിൽ വന്ന് എവിടെ മധ്യാകാശത്തിൽ വന്ന് കർത്താവിന്റെ ഗംഭീര ധ്വനി മുഴങ്ങും. എന്തിന്? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ മാത്രയിൽ ലാസർ പുറത്തു വന്നതുപോലെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ കൊരിന്ത്യസഭയിലെ വിശ്വാസികൾക്ക് ഈ വിശ്വാസം ഇല്ലായിരുന്നു. മരിച്ചോർണേ അവരൊക്കെയോ പോയല്ലോ, ഞങ്ങളുടെ അച്ചായന് സ്വർഗത്തിൽ പാരൊക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കരുത്. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അവന്റെ കാഹളനാദത്തിങ്കൽ രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ പ്രത്യാശ. ഏഴകള സഭയിൽ ഒരു കറുത്ത പല്ല് പണിഞ്ഞ ഒരു കിളവി പണ്ടുണ്ടായിരുന്നു. പോസ്റ്റ് സായിപ്പ് എന്ന് പറഞ്ഞ ചച്ചക്കോണ്ട സായിപ്പ് അവിടെ വന്നപ്പം ഈ ഈ പാവം പിടിച്ച കറുത്ത കള്ള പതുക്കെ ഇങ്ങനെ നടന്ന് സായിപ്പിന്റെ തൊലിയിൽ ഒന്ന് തൊട്ടു. സായിപ്പിന്റെ തൊലിയിൽ ഒന്ന് തൊട്ടിട്ട് കഴിയാൻ നോക്കി. എന്താ കൈ വെളുത്തോന്ന് അറിയാല്ലേ? നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലെങ്കിലും പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. സ്തോത്രം. സായിപ്പന്മാരൊക്കെ നാട്ടിൽ ഓരോ പിള്ളേരെല്ലാം അടുത്ത് കൂടി പതുക്കെ ഒന്ന് തൊടാൻ നോക്കി. എന്തിനാണെന്നറിയാമോ? എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അണ്ണാമൃഗത്തിന്റെ സൈസ് പോലെയൊന്നും അല്ല. എന്തിനു പറയുന്നത്? വിത്തയാഴ്ച ഈ സഹോദരി സാക്ഷി പറഞ്ഞു, എന്റെ മണവാളൻ വരും, സായിപ്പിന്റെ തൊലി പോലെ തൊലി. സത്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്തുവാ എന്റെ മണവാളം വരുമെന്ന്. എന്റെ തൊലി ആരെ പോലെ? അവരുടെ തൊലി ഏറ്റവും നല്ല തൊലിയാണ്. എന്റെ തൊലി ആരെ പോലെ ആകും? സായിപ്പിന്റെ തൊലി പോലാകും. എന്നിട്ട് 2 അന്യഭാഷ, ഒരു തുള്ളലും ഒരു ചാട്ടവും ഇരുന്നവരും അങ്ങ് ആത്മാവിലായി. ഇതൊക്കെ ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അല്ലാതെ അനങ്ങാപ്പാറ പോലെ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഇതൊക്കെ ആ പ്രത്യാശ. സത്യത്തിൽ അന്നതൊക്കെ പ്രത്യാശ അപാര പ്രത്യാശയായിരുന്നു. ഇന്നത്തെ പ്രത്യാശ വലിയ കട്ടിയുള്ള പ്രത്യാശ. അപ്പോൾ കർത്താവിന്റെ ഗംഭീരധ്വനി എന്തിനാണെന്നറിയാമോ? മരിച്ചവരെ എന്ത് ചെയ്യാൻ? എങ്ങനെ മരിച്ചവർ? ക്രിസ്തുവിൽ മരിച്ചവർ. ഉറച്ചു പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ഉറച്ചു പറഞ്ഞാട്ടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് പറയാം. എന്റെ യേശു ഉയർത്തും. പറഞ്ഞാട്ടെ, എന്റെ യേശു ഉയർത്തു. അതാണ് മരിച്ചവർ ഉയർക്കും എന്നുള്ളതിന്റെ തെളിവ്. മരിച്ചവർ ഉയർക്കും എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ്, മരിച്ചവരെ എന്റെ യേശു ജീവനോടെ ഇരുന്നപ്പോൾ ഉയർപ്പിച്ചു. 3, എന്റെ യേശു മരിച്ചവരെ ഉയർപ്പിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അവൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, കർത്താവിന്റെ ഗംഭീര ധ്വനി മുഴങ്ങുമ്പോൾ കല്ലറകളിൽ മരിച്ച
വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരം എന്ത് ചെയ്യും? ഉയർത്ത് കല്ലറയുടെ മേളിൽ ഇങ്ങനെ ഇരിക്കും. ശവക്കോട്ടയുടെ അടുത്തെങ്ങാനും പോയി താമസിക്കാതെങ്കിൽ ഉയർത്തിങ്ങനെ ഇരിക്കും. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ? എൻ്റെ യേശു കർത്താവ് ഉയർത്ത ദിവസം, യേശു കർത്താവ് പ്രാണനെ വിട്ട സമയത്ത് യെരൂശലേമിൽ വലിയ ഭൂകമ്പമുണ്ടായി. മരിച്ച പല വിശുദ്ധന്മാരും എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അവർ ഉയർത്തെഴുന്നേറ്റ് അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും വേദപുസ്തക വിഷയങ്ങളൊന്നും എടുക്കാൻ സമയമില്ല. അവർ പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർ ഉയർത്തിട്ട് അവരെന്ത് ചെയ്തു? കല്ലറയിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു. ചിലർക്ക് തോന്നി ഭാര്യ ഒന്ന് കണ്ടേച്ചു പോലെ 30-ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചത്, അവർക്ക് 27. എന്തുവാ അവർ ചിലരുണ്ടല്ലോ പതുക്കെ നടന്നു. വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ചെന്ന് കലകെ മുട്ടി ചില ഡൂഡൂഡീസ് എന്നായിരുന്നു ആ സ്വന്തം. ഇത് വേറെ വല്ലതും അറിയാമെന്ന് പറയും. ഇവിടെ വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡൂഡൂഡീസി അച്ഛാ 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 വായിച്ചിട്ടുണ്ടോ? നഗരത്തിൽ ചെന്ന് പലർക്കും എന്നിട്ട് അവരിവിടം വിട്ട് സ്വർഗീയ പർദീസയിലേക്ക് പോയി. അത് യേശുവിന്റെ വരവിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന് ഉറപ്പായൊരു തെളിവാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം പട്ടുപോകിലോ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാളിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേണ്ട ദുഃഖം വെല്ലുമേ ഉള്ളു പ്രത്യാശയിന്തിരോ. വേണ്ട ദുഃഖം വെല്ലുമേ ഉള്ളു പ്രത്യാശയിന്തിരോ. ഓ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. നമ്മുടെ പ്രത്യാശ അതാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവർ ആ കല്ലറയിൽ ഇങ്ങനെ ഓടിയിരിക്കും. കൊണ്ടടക്കാൻ നേരം അവർ ആ കല്ലറ കണ്ടായിരുന്നു? കണ്ടോ? സത്യത്തിൽ ദൈവമേ എന്നെ ഇവിടെ അടക്കിയത്. അടുത്ത വാക്യം എന്ത് ശബ്ദമേത? കർത്താവ് തൻ ഗംഭീരനാഥത്തോട് അടുത്തത് പ്രധാന ദൂതന്റെ എന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാ അവിടെ? എന്തോ പറയാം. ഇവരങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് കേട്ടോ, ഉയർത്തെഴുന്നേറ്റിരിക്കുമ്പോ സകല ഭൂത ഓടി വേണം എഴുന്നേറ്റാവുമാർ എല്ലാ ഭൂതപ്രേതാദികളോട് വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എഴുന്നേക്കാനൊക്കത്തില്ല. എഴുന്നേക്കാനൊക്കത്തില്ല. ആ സഭായത്തിരുന്ന് ഉറങ്ങിയതാ ഞാൻ കണ്ടത്. സഭായത്തിരുന്ന് ഉറങ്ങിയത് ഞാൻ കണ്ട. സഭായത്തിരുന്ന് ഉറങ്ങിയതാ ഭാരക്കത്തില്ല. ഞാൻ വിടത്തില്ലേ. ദശാംശം കൊടുത്താല ആമേ $2000 ഇനി കൊടുക്കാനുണ്ട്. കടവാ വിടത്തില്ല. സകല ഭൂതപ്രേതാദികൾ ഇവിടെ വന്ന് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും? വാക്യത്തിലുള്ളത് യൂദായുടെ ലേഖനത്തിൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിച്ചു വാദിക്കുമ്പോ കണ്ടോ? അല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മൾ മരിച്ചെന്നിരിക്കട്ടെ, ഉയർത്തെന്നിരിക്കട്ടെ, ഈ പ്യായി വന്ന് എന്തെല്ലാം ആയിരിക്കും പറയും. അടുത്ത് നിൽക്കുന്ന ആൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇരുന്നാണ് തോന്നുന്നത്. എന്റെ രഹസ്യമല്ല പ്യായിന്നറിയാം. സത്യത്തിൽ ഈ ഭൂതപ്രേതാദികൾ വന്ന് ഉയർത്തേന്റെ ശരീരത്തെ കയറി പിടിക്കും. വിടത്തില്ല. അവകാശവാദങ്ങളും മുഴക്കി. എന്തോ പിശാചിന്റെ ചരക്കുകളൊന്നും കയ്യിൽ കാണരുത്. ഉണ്ടെങ്കിൽ നിനക്കെതിരെ അവകാശവാദം. പിശാച് മോശയുടെ ശരീരത്തെ കുറിച്ച് എന്ത് ചെയ്തു? തർക്കിച്ചു വാദിക്കുമ്പോൾ
ഒരു എന്തോ ദൂഷണവിധി എന്ന് പറഞ്ഞാൽ എന്തുവാ? പട്ടിപ്പിശാച് ഇങ്ങനൊന്നുമല്ല പറഞ്ഞു. ഇവിടെ ഒരാൾ കണ്ടു ഞാൻ പട്ടിപ്പിശാച് എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച അടുത്തത് എറിയേക്കുന്നതിന് ഞാൻ സ്ഥലം വിട്ടു. പട്ടി തുടങ്ങിയ പിന്നെ അടുത്തത് വേറെ പറയാൻ എനിക്കറിയാം ആ കൂട്ടി. അതുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടു. ഒരു മര്യാദ വേണ്ടത് ഞായാന്ന് പറഞ്ഞാലും പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ എന്നാ ഈ ദൂതന്മാർ ദൂഷണവിധി എന്ത് ചെയ്തില്ല? ദൂഷണവിധി ഉച്ചരിക്കാം. ഒന്നും പറഞ്ഞില്ല. എടാ കള്ള, എടാ ദുഷ്ട, വ്യായേ, പാമ്പേ, എടാ വഞ്ചകോ, എടാ പോസ്റ്റിന്റെ അപ്പ, ഇങ്ങനൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ അത് ഇതെല്ലാം പറയും. ഇത് കേൾക്കുമ്പോൾ അവര് ചിരിയാ. കുറെ വിവരക്കേട് പറഞ്ഞോട്ടെ. ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ആര് ഭത്സിക്കട്ടെ? എന്നാൽ ദൂതന്മാർക്ക് ഭത്സിക്കാൻ അവകാശമില്ല. പക്ഷെ നമുക്ക് ഭത്സിക്കാൻ അവകാശം. ദൂതർക്കും കൂടെ അവകാശം കണ്ടോ? അങ്ങനെ ദൂതന്മാർക്കില്ലാത്ത പലതും ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്തു. അതിലേക്ക് കടക്കുന്നില്ല, അതൊരു വേറെ സബ്ജക്റ്റാണ്. അങ്ങനെയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെ ഭൂതപ്രാതാദികളെന്ന് ഓരോ ന്യായവാദങ്ങൾ. അതുകൊണ്ട് സൂക്ഷിച്ചോടെ എൻ്റെ പല്ലച്ചന്മാരെ സഭായത്തിന് യോഗത്തിനൊക്കെ വന്നിരിക്കുമ്പോൾ കണ്ണൊക്കെ തുറന്നിരിക്കും, വൃത്തിയായിട്ടിരിക്കണേ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതെല്ലാം അന്നേരം കയറി പിടിച്ച് കളയും. ഞാൻ പറയും പാരൊക്കത്തില്ലെന്ന്. ദശാംശം കൊടുക്കണൊക്കെ കൊടുത്ത് തീർത്തോണം എത്രയും പെട്ടെന്ന് കേട്ടോ. ഇച്ചിരി ചങ്കരപ്പോൾ ഒരു സാരമില്ലെന്നേ. കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ സ്തോത്രം. ഇതല്ലെങ്കിലുണ്ടല്ലോ പിശാചിൽ കയറി പിടിക്കും, മുഴുവൻ കയറി പിടിക്കും, മൊത്തം കയറി പിടിക്കും. ഓർമ്മേ, ഇവരെ ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രധാന ദൂതന്റെ എന്നൊരു പറച്ചിൽ പറയുകയും ഈ പിശാച് പുറകോട്ട് പോകുന്നു. എന്തോ കർത്താവിന്റെ ഉയർപ്പിലും അതാണോ സംഭവിച്ചത്? ഉയർപ്പിന്റെ നേരം കാവൽ നിന്നവരെന്ത് ചെയ്തു? പുറകോട്ട് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പിശാചിന്റെ പിടിയിൽ നിന്ന് ആര് മേലോട്ട് പോകും? പറ. ഈടെ ഒരു അമ്മച്ചി പാടി ഈയല് കണക്കെ ഞാൻ മോളോട്ട് പോകും. ഞാൻ പറഞ്ഞു മിക്കവാറും അധികം പോകത്തില്ല അമ്മേ, ഈയല് പോയി താഴെ പോലെ വന്നു. പ്രാക്കള് കണക്കെ പോകുമെന്ന്. എടാ പ്രാക്കള് മോളോട്ടാന്നാ പോകുന്നത്, നേരെയാന്നാ പോകുന്നത്? നമ്മള് പ്രാക്കളെ പോലെയും അല്ല, പറ ഈയലിനെ പോലെയും അല്ല. നമ്മൾ പോകുന്നത് നൊടി ഇടയിൽ, കണ്ണി വയ്ക്കുന്നതിനിടയിൽ. കുറച്ച് പറ, കുറച്ച് പറ. നോട്ടിയിടയിൽ, കണ്ണി വയ്ക്കുന്നിടയിൽ, നോട്ടിയിടയിൽ, കണ്ണി വയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിക്കും. അവൻ രൂപാന്തരം പ്രാപിക്കും. നോട്ടിയിടയിൽ, കണ്ണി വയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിക്കും. അതാണ് പ്രത്യേകത. അതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം എടുത്ത് ഒരു ചെറിയ തെളിവ് ഞാൻ പറയാം. 20-ാം അധ്യായം 16-17 വാക്യം ഇതിനകത്തില്ലാതെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 16-17 വാക്യം. യേശു അവളോട് ഇവിടെ ഈ ക്ലാസ് വന്നവർക്കെല്ലാം റഫറൻസ് വന്ന് വായിക്കണമെന്ന് ഞാൻ ഇന്നലെ പറയുന്നുണ്ട്. അതാണ് റഫറൻസ് വായിച്ചേട്ടോ. ഞാൻ പഴയ ഒരു ശീലം യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. ഈ കലറക്കൽ നമ്മുടെ അവിടെ നാട്ടുകാരെ വിളിക്കുന്ന വിളി എന്താണെന്നറിയാമോ? ചിലരെ മറിയേന്ന് വിളിക്കും. എന്തോ ചിലരെ മറിയ ഞാൻ വിശദീകരണം പറയുന്നില്ല. ചിലരെന്താ വിളിക്കും? മറിയ സഹോദരി, ചിലര് മറിയ കുട്ടിയെന്ന് വിളിക്കും. എന്തോ മറിയ കുട്ടി, മറിയ കുട്ടി. എന്താ ചിലര് പൂത മറിയെന്ന് വിളിക്കും. എന്താ ഇവിടെ പലർക്കും വലുത് എന്റെ പേര് ഇടാറുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നൊക്കെ അറിയാം. കൂട്ടു സഹോദരനെ വിളിക്കും. വെള്ളടി പൂതമറിയ, പൂതമറിയ. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവളെ ഒരാൾ മാത്രമേ മറിയേ എന്ന് വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ
വായിച്ച് വായിച്ച് വായിച്ച്. യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. ആ, ഇച്ചിരി നീട്ടിയെന്ന് പറയുന്നു. ഇച്ചിരി നീട്ടിയെന്ന് പറയുന്നു. മറിയയെ. വളരെ ശ്രദ്ധിക്കണം. അവളുടെ ജീവിതത്തിൽ അവളെ അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരാൾ മറിയയെ എന്ന പറഞ്ഞു. ആ, അവൾ തിരിഞ്ഞ് ആ. എബ്രായ ഭാഷയിൽ അവൾ തിരിഞ്ഞു. ഈ വിളി കേട്ട അവൾക്ക് മനസ്സിലായി ഇതാരാ. ഇച്ചിരി മുമ്പേ പറഞ്ഞു തോട്ടക്കാരനാണ്, കുറച്ചു മുമ്പ് വിചാരിച്ചു ദൂതനായിരിക്കുന്നത്. പലരും വിചാരിച്ചു വിളി കേട്ട മനസ്സിലായി ഇതാരാ. ഇതാ മണവാളനെ തിരിച്ചറിയുന്നു. മനസ്സിലായി. വിളി കേട്ട അവൾക്ക് മനസ്സിലായി ആരുടേത് പറഞ്ഞത് ആരുടെയാ. എന്റെ യേശുവിന്റെയാ. അവൾ തിരിഞ്ഞ് റബ്ബൂനി വായിച്ചു വായിച്ചു വായിച്ചു. റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട് എന്നെ തൊടരുത്. അല്ല സഹോദരനോട് ആണോ 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 ചവടുക്കാൻ വന്നവളുണ്ടല്ലോ ഉയർത്ത യേശുവിനെ കണ്ടപ്പോ കെട്ടിപ്പിടിക്കാൻ ഓടിയവൻ. തൊടരുത്, 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 തൊടരുത്. എന്തുകൊണ്ടാ? ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. ഞാൻ ഉയർത്തതേ ഉള്ളൂ, ഉയർത്തതേ ഉള്ളൂ, ഞാൻ പോയിട്ടില്ല. എന്നെ തൊടരുത്. സത്യത്തിൽ അവർക്ക് ഒരു മനപ്രയാസം ഉണ്ടായി കാണും. ഭാഷ എന്നെ ആശയിക്കരുത് കേട്ടോ. ഇത്ര പേട് ഉപയോഗിച്ച് കൈ നീട്ടിയച്ച് ഇയാൾ കൈ വലിച്ചല്ലോ, മനപ്രയാസം ഉണ്ടാക്കില്ല അല്ലേ? അത് ഇപ്പോൾ അലകാണ്ടാകും. എന്റെ പൊന്നെ മാസ്റ്ററേ, കൂടെ പഠിച്ചു വരുത്തൻ ഇവിടെ അമേരിക്കയിലുണ്ട്. വഴി വെച്ച് കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയാൽ മനപ്രയാസം ഉണ്ടാകുമോ? മനപ്രയാസമില്ല, ചങ്കിലിട്ട് കുത്തിയ പോലെ തോന്നും. ആ നന്ദി കെട്ടവൻ എന്നെ കണ്ടിട്ട് തമ്പൂരാനെ അവൻ ചൊറിയ കുത്തി നടന്ന കാലത്ത് ഞാൻ പാച്ചറായിരുന്നു. ഇപ്പം തന്നെ അവൻ വലിയവനായപ്പോൾ കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഭയങ്കര ചങ്കരപ്പുണ്ടാകും. അത് ഉപദേശിമാർക്കുണ്ടാകും, സംശയമില്ല. സത്യത്തിലെ ഈ മറിയെ പിടിക്കാൻ തുടരുത്. അപ്പൊ കൂട്ട സൗകര്യം എടി അങ്കാരി എടി പെണ്ണുങ്ങളായ ഒരു മര്യാദ കേട്ടോ. ഇതിനെ കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് ചെന്നു കാട്ടും. ഞങ്ങൾ കണ്ടോളൂ ഡീസൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു. ഞങ്ങൾ ഡീസൻ്റ് ആയിട്ട് മാറി മതി എന്താ പറയുക. എനിക്ക് തോന്നുന്നത് ഈ പാവത്തിനെ ആ സഹോദരിമാരെല്ലാം കൂട്ടി എന്ത് ചെയ്താണ് കുത്തിക്കാം. കളിയാക്കല്ലെന്ന് ചങ്കിലിട്ട് കുത്തിക്കാം. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഉയർപ്പിൻ്റെ ഒരു രഹസ്യം മനസ്സിലാക്കാം. മത്തായി 28:9. പെട്ടെന്ന് വായിക്കും. മത്തായി 28:9. എന്നാൽ യേശു അവരെ എതിരേറ്റു. യേശു അവരെ ആരെ? കല്ലറയിൽ നിന്ന് ഓടിപ്പോയ, ഇങ്ങോട്ട് നോക്കിയേ, ഓടി വിട്ടങ്ങോട്ട് പോയതേ ഉള്ളൂ. പോയ അവരെ യേശു എന്ത് ചെയ്തു? എതിരെ നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പഴയ സഹോദരിമാരെ തുടരുതെന്ന് പറഞ്ഞവളെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് യേശു പറഞ്ഞു. അടുത്തത് അവർ അടുത്തു ചെന്നു. അവന്റെ കാൽ പിടിച്ചു. അവന്റെ കാൽ എന്ത് ചെയ്തു? പിടിച്ചു. തുടരുന്ന് പറഞ്ഞോ? ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. യേശു ഉയർത്തെഴുന്നേറ്റവനെ തൊടാൻ ചെന്നവളോട് തുടരുത്. എവിടെ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ യേശു കണ്ണടച്ചു തുറക്കും മുൻപേ ഇടയിൽ എവിടെ പോയി? സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിന്റെ അടുക്കൽ ചെന്നു. ആമേൻ. ചെന്നു പിതാവേ എന്തോ എന്നെ തൊടാൻ അമ്മറിയ വന്നപ്പോ ഞാൻ തുടർന്ന് പറഞ്ഞു.
അവൾ നിരാശയായിട്ടാണ് പോകുന്നത്. അവളെ കൂട്ടു സഹോദരിമാർ കുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അവളുടെ നിരാശ മാറ്റുവാൻ ഞാൻ പെട്ടെന്നൊന്ന് പോയച്ചു വരട്ടെന്ന് പറഞ്ഞ് കണ്ണിമയ്ക്കുന്നിടയിൽ കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള പിതാവിന്റെ രാജ്യത്തിൽ യേശു പോയിട്ട് കല്ലറയിൽ നിന്ന് അവർ അങ്ങോട്ട് പോകുമ്പോൾ യേശു എതിരേറ്റിയെന്ന് നിങ്ങൾക്ക് അവർ അവന്റെ എനിക്ക് തോന്നുന്ന മറിയ കാലെ പിടിച്ച് നിന്നെ കളിയാക്കില്ലോടി എന്റെ ഗുരുവിനെ. 3 ദിവസത്തെ വേർപാട് 3000 വർഷത്തെ വേർപാട് പോലെ അവൾക്ക് തോന്നിക്കാണും. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ് യേശുവിന്റെ കാൽ പിടിച്ച് അവൻ നമസ്കരിച്ചു. അങ്ങനെയെങ്കിൽ ആരെയും ലജ്ജിപ്പിക്കാത്തവനാണ് എന്റെ യേശു. അവൾ സ്വർഗത്തിൽ പോയിച്ചു വരാൻ എന്തോ വേണം. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ. ശരി, മരിച്ചു ഉയർത്തു. 3ാമത്തെ ശബ്ദം ഏതാ? ദൈവത്തിന്റെ കാഹളം. അതൊരു വലിയ വിഷയമാണ്. ദൈവത്തിന്റെ കാഹളം. എന്താ കാഹളം? സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പപടിയായി ഉണ്ടാക്കണം. 1 സഭയെ വിളിച്ചു കൂട്ടുവാനും 2 സഭയെ പുറപ്പെടുവിക്കുവാനുമാണ്. അങ്ങനെയെങ്കിൽ കോടാനുകോടി വിശുദ്ധന്മാർ ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് പിശാചിന്റെ മേൽ ജയമെടുത്ത് മുകളിലേക്ക് പറന്ന് ചെല്ലുമ്പോൾ രൂപാന്തരം പ്രാപിച്ച ദൈവമക്കൾ എന്തോ രൂപാന്തരം പ്രാപിച്ച ദൈവമക്കൾ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ, ജീവനോടിരിക്കുന്നവർ, രൂപാന്തരം പ്രാപിച്ച ദൈവമക്കൾ, അവൻ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവനോടുകൂടെ ഉയർപ്പിക്കും. അങ്ങനെയെങ്കിൽ ജീവനോടിരിക്കുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയട്ടെ, ഒരു ടവറുമായി ഈ മൊബൈലിന് ബന്ധമില്ലെങ്കിൽ ആ മൊബൈലിലേക്ക് മെസ്സേജ് വരുമോ? പറയൂ. അങ്ങനെയെങ്കിൽ ആ ടവറുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ശക്തി ഈ മൊബൈലിൽ ഇല്ലെങ്കിൽ, അതിന്റെ ബാറ്ററി ലോ ആണെങ്കിൽ, അത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, ആ മൊബൈൽ ടവർ എത്ര ശക്തി ഉള്ളതാണെങ്കിലും ഈ മൊബൈൽ അനങ്ങത്തില്ല. പരിശുദ്ധാത്മാവ് എത്ര ശക്തനാണെങ്കിലും നീ അതിന്റെ ശക്തിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളനാദം നിന്റെ ചെവിയിൽ മുഴങ്ങുകയില്ല. കാഹളനാദം നിന്റെ ചെവിയിൽ മുഴങ്ങുകയില്ല. കാഹളനാദം നിന്റെ ചെവിയിൽ മുഴങ്ങുകയില്ല. കാഹളനാദം നിന്റെ ചെവിയിൽ മുഴങ്ങുകയില്ല. ഇന്ന് രാത്രി പറയട്ടെ, അതിനായി നമ്മെ ഒരുക്കുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിൽ നിറഞ്ഞ മതിയാവും. ആത്മാവിനെ പ്രാപിച്ച മതിയാവൂ. ആത്മാവിൽ നിറഞ്ഞ മതിയാവൂ. സ്വർഗവുമായുള്ള ബന്ധം കാഹളനാദ ചെവിയിൽ കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മനിറവിൽ അന്യഭാഷാ ഭാഷണത്തോട് ആത്മശക്തിയോട് ദൈവത്തെ ആരാധിച്ച് മതിയാകുകയുള്ളൂ. അല്ലേലുണ്ടല്ലോ, കരളനാദവാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുവേ ഞാനും, പറന്നിടുവേ ഞാനും. പാട്ട് നല്ലതാ. ആത്മാവിൻ്റെ ശക്തി ജീവിതത്തിലില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കകളനാദവാനിൽ മുഴങ്ങുമ്പോൾ കറങ്ങിടുമേ ഞാനും, കറങ്ങിടുമേ. ഇവിടെ കിടന്ന് കറങ്ങും. ഇനി ഒരു ഭവിഷ്യത്തോടെ അങ്ങ് പറയാം. അപ്പാവണക്കെടുത്ത് ആദ്യം അടിക്കുന്നത് തന്നെയാണ് നാട്ടുകാർ. എടീ പോന്ന് പറഞ്ഞിട്ട് എന്താടി നീ പോകാഞ്ഞ്? പോന്ന് പറഞ്ഞിട്ട് നീ എന്താടി പോകാഞ്ഞ്? തല്ലാദ്യം കിട്ടും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കർത്താവിൻ്റെ വരവ് കഴിഞ്ഞാൽ ഓടാൻ സംഭവിക്കുന്നത് പോകാത്ത എല്ലാത്തിനെയും അപ്പം അവിടെ കിട്ടും നാട്ടുകാർ കൈകാര്യം ചെയ്യും. ഓട്ടിച്ചിട്ടല്ല, തെറി പറഞ്ഞിട്ടല്ല, വഴക്കുണ്ടാക്കിയിട്ടല്ല, പോകുമെന്ന് പറഞ്ഞിട്ട് എന്താ നീ?
എല്ലാം മനസ്സിലായോ? നമ്മുടെ പൊന്നച്ചന്മാരെ ഇറങ്ങി തിരിച്ചു പോയേ, എങ്ങനെങ്കിലും പോകാനുള്ള പരുവം നോക്കണം. 38 വർഷം കഴിഞ്ഞ് ആ കരയെ കിടന്നാലും കുഴപ്പമില്ല, സൗഖ്യമാകാതെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഞാൻ ചോദിച്ചാടാ തളർവാദനോ എന്തോ, എടാ 38 വർഷം നീ എന്താ എൻ്റെ പൊന്നു ഭാഷ സൗഖ്യമാവെന്ന് പറഞ്ഞ് പോകുന്നതാ, അല്ലാതെ നാട്ടുകാർ പോവും അത് മേടിച്ച് ഇവിടെ കിടക്കാം. ഇവിടെ കിടക്കാൻ വലിയ കുഴപ്പമില്ല. ഇവിടെ വരുന്ന എല്ലാ പുതിയ ആളുകളാണ്, അവർക്ക് എന്നെ വലിയ പരിചയമില്ല. നാട്ടിലോട്ട് ചെന്ന നാട്ടുകാർ പോവും. അവിടെ പോകണമെങ്കിൽ സൗഖ്യമായിട്ടേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കടക്കരത്താണ്. വല്ല മനസ്സിലായി? കാഹളനാദം കേൾക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി, നമ്മെ ബലപ്പെടുത്തുന്ന ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചേ മതിയാകും. അമ്മേ സൗജന്യമായി കൊടുക്കുന്ന, ധാരാളമായി കൊടുക്കുന്ന യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ചേ മതിയാകൂ. എന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവൻ അല്ലേ അല്ല. ആധുനിക ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. മൊബൈൽ ടവറിൽ നിന്ന് വരുന്ന ശബ്ദം, അച്ചോ ശരി ഇങ്ങോട്ട് വാങ്ങിക്കേ, എൻ്റെ മൊബൈലിലോട്ട് ഒരാൾ വിളിക്കുക, ആ ശബ്ദം ഇതിലേ കൂടെ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? പറ. അഥവാ കേട്ടാൽ ഇപ്പോൾ വിളിക്കുക, ഭാഷറേ ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലാണ് ഊണ് കേട്ടോ, എന്നോട് വൈരാഗ്യമുള്ള 2 പേരും ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. ഈ മെസ്സേജ് ഇങ്ങനെ ശബ്ദമായിട്ട് വരുന്നത് നിങ്ങൾ കേൾക്കെങ്കിൽ ഇയാളത് കേൾക്കണ്ട, ഇയാൾ പട്ടിണി കിടക്കട്ടെ. തടയുവോ? തടയുവോന്ന് എൻ്റെ പൊന്നച്ചാ ഒന്നും പറയാം. ഭർത്താവിൻ്റെ ഫോൺ വരുമ്പോഴത്തേക്ക് ചെവി ഓർത്തോണ്ട് നിർത്തിയാണ് നിൽക്കും. ആരാ വിളിക്കുന്നറിയാം? ആ തിരിച്ചു മറിച്ചു ആ ഫോൺ. മനസ്സിലായോ? തുറന്നൊരു കാര്യം പറയാം, ശാസ്ത്രം പുരോഗമിച്ചത് എൻ്റെ യേശുവിൻ്റെ വരവിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തെളിയിച്ചുകൊണ്ടിരിക്കും. ആരും അറിയുന്നില്ല. ഉണ്ടോ? വാക്കുകളില്ല, ഭാഷണമില്ല. പറ, ഈ വരുന്നവല്ല കേൾക്കുന്നുണ്ടോ? ആര് കേൾക്കും? പറ പറ. ആ ടവറുമായി ബന്ധമുള്ള മൊബൈൽ, സ്വത്രം വേറെന്താണേ നടക്കുമോ? അതുമായി ബന്ധമുള്ള മൊബൈലിൽ മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ എങ്കിൽ എൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ലെന്ന് വ്യക്തമായി യേശു പറഞ്ഞെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്നിൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ കാഹള ശബ്ദം അവൻ കേൾക്കാൻ കഴിയുകയുള്ളൂ. അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കരുത്, അതിങ്ങനെ ഓണാക്കി വെക്കണം. ബാറ്ററി വീക്ക് ആണെങ്കിൽ പവർ നൽകുന്ന ഇടത്ത് എന്ന് ചാർജ് ചെയ്ത് അത് ഫുള്ളാക്കി വെക്കണം. വല്ലോ മനസ്സിലായോ? ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ആരാധന, ആത്മാവിന്റെ മഹത്വം, ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ മണ്ഡലം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എപ്പോഴും അവൻ ശക്തിയോട് ഈ ദിവസങ്ങൾ അവൻ വ്യാപരിച്ച് മതിയാകും. അതാണ് നമ്മെ കർത്താവിന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ കാഹളം എന്തിനാണെന്നറിയാമോ? എല്ലാവരും ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ ലോകത്തിന്റെ 5 വന്ന് എല്ലായിടത്തും നമ്മോട് മേലോട്ട് ചെയ്തപ്പോൾ ദൈവത്തിന്റെ കാഹളം വിടും. ആ ശബ്ദം കേൾക്കുന്നിടത്ത് പറ സ്തോത്രം. അങ്ങനെ യേശുവിന്റെ വരവിങ്കൽ വേറെ ഒന്നും കേൾക്കത്തില്ല. എന്തേ കേൾക്കത്തുള്ളൂ? പറ. ഈ 3 ശബ്ദമാണ് നമ്മെ മൺമയരായ നമ്മെ വിൺമയരാക്കി, മൺമയരായ നമ്മെ മണ്ണിൽ നിന്ന് വിണ്ണിലാക്കുന്നത്. വെറും 3 ശബ്ദം. ജീസസ്. 3 ശബ്ദം. ജീസസ്, 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 ജീസസ്. ആമേൻ, ആമേൻ. ഒരു വൈബ്രേഷൻ മാത്രമേ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ആമേൻ. വല്ല മനസ്സിലായോ? പിടിച്ചിട്ട് കുലുക്കത്തൊന്നുമില്ല. ചിലരുടെ കർത്താവിന്റെ കാഹളം അങ്ങോട്ട് മുഴങ്ങുന്ന ഉടനെ
ശരീരത്തോട്ട് വന്നൊരു കുലുക്കും ഇങ്ങനെ കടന്ന് കുലുങ്ങി കുറേ നേരം കട്ടിലേ കിടന്ന് അടിച്ച് പിന്നെ അവിടെ കിടന്ന് വേർത്ത് പിന്നെ പതുക്കെ ഇതൊന്നുമില്ല, ഒരു ചെറിയ വൈബ്രേഷൻ ശരീരത്ത്. ആമേ കൂടെ കിടക്കുന്ന ആൾ പോലും എന്ത് ചെയ്യത്തില്ല. അല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങല്ലേ, പിന്നെ അങ്ങനെ അറിയുന്നു പോത്ത്. ഒരു ചെറിയ ചലനം പോയി കഴിഞ്ഞു. സ്തോത്രം സ്തോത്രം. ഈ മൊബൈലിലേക്ക് വരുന്ന ശബ്ദം ഭിത്തി തുളച്ചാണോ വരുന്നത്, ഭിത്തി പൊളിച്ചാണോ വരുന്നത്? പക്ഷെ ഇതിനകത്തിരിക്കുക നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഭിത്തി തുളച്ചാണോ വരുന്നത്, ഭിത്തി പൊളിച്ചാണോ വരുന്നത്? എന്തോ അപ്പൊ കിഴുത്തലാണോ അവിടെ? പറ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ. കാഹളനാദം നിന്റെ കിടക്കറയിൽ വരുന്നത് ആരും അറിയത്തില്ല. നീ പോകുന്നത് ആരും അറിയത്തില്ല. കഥകും തുറക്കണ്ട. പറ പറ. ചിലരുടെ സാറിന്റെ കാഹളനാദം കേൾക്കുന്നുണ്ട്. ഞാൻ പലരും എഴുന്നേറ്റ്, കർത്താവേ ഞാൻ നിന്റെ കൂടെ വരിക, ഇങ്ങനെ പോകല്ലേ, കഥ തുറക്കട്ടെ, ടോർച്ചെടുക്കട്ടെ. ആരും അറിയാം. പോയിട്ട് നോക്കിയേ, ഈ സീലിങ്ങിന് പോലും ഒരു ഈയിടെ ഞാനൊരു ശവസംസ്കാരം നടത്തി പറഞ്ഞേ, ഒരാൾ പറയാം, പാസറെ അധികം സിമെന്റ് ഇട്ട് ഉറപ്പിക്കല്ലേ. കരയെ പാസ് അധികം സിമെന്റ് ഇട്ട് ഉറപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു ഉറപ്പിച്ചില്ലേ വാടക എടുക്കും. പാസ് ചെയ്യല്ലേ പ്ലീസ്. എന്റെ ചെന്തുവ ഉയർക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഉറപ്പിച്ച പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചിരിക്കുന്ന സത്യത്തിൽ ആ മനുഷ്യന്റെ അന്നേരത്തെ ഹൃദയവേദനയിൽ പരമാർത്ഥയിൽ എന്നോട് പറഞ്ഞതാ. ഞാൻ ആ മനുഷ്യനെ മാറ്റി നിർത്തി ഒരു 15 മിനിറ്റ് പറഞ്ഞു, ഈ കല്ലറയൊന്നും കർത്താവിന്റെ വരവിന് പോകാൻ തടസ്സമല്ല. ആത്മശരീരം യഹൂദന്മാരെ ഭയന്ന് മുറിക്കകത്തിരിക്കുമ്പോൾ വാതിൽ തുറക്കാതെ അകത്ത് ചെന്ന യേശുവിന്റെ ഒരാത്മ ശരീരമാണ് രണ്ടാമത്തെ വരവിക്കൽ ഞാനും നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത്. അതെ, പിന്മയമായത് മൺമയമായതിനെ എന്ത് ചെയ്യുന്നു? അതിന് നമ്മളെല്ലാവരും എന്ത് ചെയ്തു? പറ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? പറ. രൂപാന്തരം പ്രാപിച്ചു. എവിടെ ചെന്ന് പറ? കർത്താവിന്റെ സന്നിധി. ഇനി നമ്മുടെ ശരീരത്തെ കുറിച്ച് നാം പ്രാപിക്കുന്ന ശരീരം, ആമേൻ, കർത്താവ് വരുന്നത് എന്തിനാണ് എന്നുള്ള പറഞ്ഞിട്ട് ആ ശരീരത്തെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എന്തിനു വരുന്നു? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം. യെസ്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ഈ അടുത്ത വാക്യം കൂടെ ആരെങ്കിലും ഒന്ന് എടുത്തേക്കണേ, പെട്ടെന്ന് വായിച്ചാ. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്തത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, കേട്ടില്ല, നമ്മുടെ താഴ്ചയുള്ള ദ്രവത്വമുള്ള, രോഗമുള്ള, കണ്ണുനീരുള്ള, വേദനയുള്ള, കഷ്ടതയുള്ള, ഭാരമുള്ള, മുറവിളിയുള്ള, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനാണ് എന്റെ യേശു വരുന്നത്. യേശു വരുന്നത് എന്തിന്? എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി മാറ്റുവാനാണ് എന്റെ യേശു വരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നെ ദൈവമാക്കി മാറ്റാനാണ് യേശു വരുന്നത്. ആണോ? എന്നെ യേശുവാക്കി മാറ്റാനാണ് എന്റെ യേശു വരുന്നത്. എന്നെ എന്റെ അപ്പനെ പോലെ ആക്കി മാറ്റാനാണ് യേശു വരുന്നത്. സന്തോഷമുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്ന പ്രക്രിയയാണ് എന്റെ യേശുവിന്റെ രണ്ടാമത്തെ വരവ് കൊണ്ട് സാധ്യമാകുന്നത്. എന്റെ ഈ ശരീരം മാറാൻ പോകുകയാണ്. എന്റെ ഈ ബലഹീന ശരീരം മാറാൻ പോകുന്നു. രോഗമുള്ള ശരീരം മാറാൻ പോകുന്നു. ദ്രവത്വമുള്ള ശരീരം മാറാൻ പോകുന്നു. തകർച്ചയുള്ള ശരീരം മാറാൻ പോകുന്നു. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 15:35. Yes, yes. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്ന്, മരിച്ചവരെങ്ങനെ ഉയർക്കുന്നുവെല്ല, ഏതുവിധം ശരീരത്തോടെ ശരീരത്തോടുകൂടെ ഉയർക്കുന്നുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഇങ്ങോട്ടേക്ക് മരിച്ചയാൾ എങ്ങനെയാണ് ഉയർക്കുന്നത്? അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. ഈ വെളിപ്പാട് വേറെ ശിഷ്യന്മാർക്ക് ആർക്കും ലഭിച്ചില്ല. എന്തുകൊണ്ട്? അവരോട് യേശു അത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പൗലോസ് ഈ മർമ്മം എവിടുന്ന് പഠിച്ചു? അവൻ വിശ്വാസസ്നാനം ഏറ്റിട്ട് നേരെ ശിഷ്യന്മാരുടെ അടുക്കൽ പോകാതെ, കൈവപ്പ് മേടിക്കാൻ വലിയ ഭാഷ എടുത്ത് പോകാതെ നേരെ അറേബ്യ മരുഭൂമിയിൽ പോയി. ആണോ? ദൈവവചനം വായിക്കുന്നത് മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കാതെ, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകാതെ നേരെ അറേബ്യ മരുഭൂമിയിൽ പോയി ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് ഏൽപ്പിച്ചതാണ് ഈ ദൂത. അത്രവേശ മാത്രമല്ല, ഈ ദൂത് അവൻ പൗലോസ് ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചേൽപ്പിച്ചതാണ്. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭൗമ ശരീരം മണ്ണിൽ വിതയ്ക്കുകയാണ്. വിതയ്ക്കുന്ന ഒരു കർഷകന് ഒരു പ്രത്യാശയുണ്ട്. വിതയ്ക്കുന്നത് ഒരു ചെറിയ അരിയായിരിക്കും, അല്ലേ? ആണോ? ഒരു ഗോതമ്പൊടി, ഒരു ആഞ്ഞിലിക്കുരു, ഇത്രേ ഉള്ളൂ, ഇല്ലേ? ഈ പോകേണ്ടി 1000 ആഞ്ഞിലിക്കുരു ഇടാം. പക്ഷേ ഉണ്ടാകുന്നത് ഒരു വലിയ മരം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഈ ശരീരത്തോടു കൂടെയല്ല, ഒരു മഹത്തകരമായ ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല. ഈ കാട്ടണ്ടി തലയോടുകൂടെ എന്നെ അടക്കിയാൽ ഞാൻ മുടിയുള്ളവനായിട്ട് എഴുന്നേക്കും. മുടിയുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെക്കാൾ അധികം യേശു എന്നെ അറിയുന്നു. എന്റെ പിതാവ് അറിയാതെ ഒരു മുടി പോലും എന്ത് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ എന്റെ ദൈവം എന്നെ അറിഞ്ഞു. കാരണം ഓരോ മുടി വഴിയും തോറി എന്റെ ദൈവം എന്നെ അറിഞ്ഞു. നിങ്ങളെ അത്രയും അറിയുന്നു. ആരപ്പെട്ട ഭാഷയോട് ദൈവം പറയുന്നു, തലയിലെ ഓരോ മുടിയും ദൈവം എണ്ണിയിട്ടുണ്ടെന്ന്. എന്റെ കാര്യം എണ്ണാൻ ദൈവത്തിന് വളരെ ഈസിയാ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായ. പക്ഷെ എന്റെ പൊടിയൊന്നും ദൈവം എണ്ണുന്നുണ്ട്, ഉള്ളത് എണ്ണുന്നുണ്ട്, പൊടിയൊന്നും എണ്ണുന്നുണ്ട്. 2 പേർക്കും കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കിയേ. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ. ഞാൻ ശവസംസ്കാരം നടന്നപ്പോൾ പറയാറുണ്ട്, ഈ അപ്പച്ചനെ അല്ലെങ്കിൽ അമ്മച്ചിയെ അവസാനമായി നോക്കിക്കോളാൻ പറയും. ഈ രൂപം ഇനി ആയുസ്സിൽ നിങ്ങൾക്ക് കാണാറുണ്ട്. ആ ഷേപ്പ് നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കാരണം ഇവൻ ഉയർക്കുമ്പോൾ ലഭിക്കുന്ന ഷേപ്പ് വേറൊന്നായിരിക്കും. ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന്റെ ശരീരം എന്ത് കൊടുക്കണമെന്ന് ഭാഷയുടെ കയ്യിലല്ല, പിന്നെയോ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ എങ്ങും നിങ്ങൾ പോകണ്ട, നേരെ സൗകോട്ടെ ചെല്ലണം, വട്ടം നോക്കണം. എല്ലാവരും ഒരുപോലാണോ? പറ. എല്ലാ മരവും ഒരുപോലാണോ? എല്ലാ ഇലയും ഒരുപോലാണോ? എല്ലാ മരത്തിന്റെ വലിപ്പം ഒരുപോലാണോ? എല്ലാത്തിന്റെ രൂപം എന്താണോ? അല്ല. എല്ലാ ഫലവും ഒരുപോലാണോ? അങ്ങനെയെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ഇവിടെ എല്ലാവരും നമ്മളെ കസേര ഇരിക്കുന്നു. മുമ്പേ ഞാനും നിങ്ങളെ പോലെ ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നു, ഇപ്പൊ അങ്ങ് തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. സ്തോത്രം. പ്രൈസലോ. ഉയർക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശരീരം പ്രത്യേക നിലകളിലായിരിക്കും. പെട്ടെന്ന് വായിച്ചാട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനവും മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണതല്ലേ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, സേതസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ 6 മാസമായി കട്ടിലിൽ കിടന്ന കിളവന്റെ ബോഡി കൊണ്ടുവന്ന് അടക്കുന്നത്, ഉയർക്കുന്നത് കിളവന്റെ ബോഡിയല്ല,
ഞൊടിയിടയിൽ കോടാനുകോടി വാനഗോളങ്ങളെ താണ്ടി കോടാനുകോടി പ്രകാശവർഷത്തിനപ്പുറത്തുള്ള രാജന്റെ സന്നിധിയിൽ ചെന്ന് ചേരാൻ ഈ കിളവൻ എത്ര നിമിഷം മതി? പറ പറ പറ, ഉറച്ചു പറ. ഓ, അതാണ് നാം പ്രാപിക്കുന്ന ആത്മശരീരത്തിന്റെ പ്രത്യേകത. പ്രകാശ വേഗതയെ കവിയുന്ന ഒരു യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല, രൂപാന്തരം പ്രാപിക്കുന്ന ദൈവമക്കളാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മശരീരം ഉയർക്കുന്നു. അടുത്തത് പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ബാക്കി വായിക്കുന്നതിന് സമയമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ എന്തുവാക്കാൻ പോകുക? അനുരൂപമാക്കാൻ പോകുകയാ. യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് മരണത്തിൽ നിന്നുള്ള ഒരു വിടുതൽ. രണ്ടാമതായി ആമേ നമ്മെ കീഴ്പ്പെടുത്തിയ പിശാചിന്റെ കയ്യിൽ നിന്നുള്ള വിടുതൽ. ആമേ മൂന്നാമതായി ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തതായ, ആർക്കും ഒതുക്കുവാൻ കഴിയാത്തതായ ഒരു ആത്മശരീരത്തിന്റെ ഉടമകളായി മാറുകയാണ്. ആത്മശരീരത്തിന്റെ പ്രത്യേകത പറയാം. 3 പ്രത്യേകതയുണ്ട്. നമ്പർ 1, അണുവിനെ പോലെയാകാം. ആരെ പോലെ? 2, ഗരിമ, പർവ്വതത്തെ പോലാകാം. 3, മഹിമ, മഹത്വമുള്ളതായി മാറാം. എന്തായി? എന്തൊക്കെയാ? അണിമ, ഗരിമ, മഹിമ. അണുവിനെ പോലാകാം. ഇതിനകത്ത് കയറാൻ അണുവിന് കയറാൻ സ്ഥലം വേണോ? വേണ്ട. അണുവിനെ പോലെയാകാം. പിന്നെ ആരെ പോലെയാകാം? പർവ്വതത്തെ പോലെയാകാം. അടുത്തത് മഹിമ, മഹത്വമുള്ള ശരീരമായി മാറാം. ഒന്നാം മനുഷ്യനായ അങ്ങനെ താഴ്ചയുള്ള ശരീരത്തെ എന്തുവാ? മഹത്വമുള്ള ശരീരത്തിൽ. രണ്ടാമത്തത് യോഹന്നാന്റെ സുവിശേഷം 14-ാം രണ്ടാമത്തെ വാക്യം. യോഹന്നാൻ 14:2. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും അങ്ങനെയെങ്കിൽ എവിടെ ഇരുത്താൻ? ഉറച്ചു പറഞ്ഞാട്ടെ. ഉറച്ചു പറഞ്ഞാട്ടെ. സ്വർഗത്തിൽ ഇരുത്താൻ. ഒന്നാമതായി യേശു വരുന്നത് എന്തിന്? താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കി മാറ്റാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവരെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കുക. രണ്ടാമതായി യേശു വരുന്നത് എവിടെ ഇരുത്താൻ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മൾ ആ സ്വർഗത്തിലെ യേശുവിന്റെ കൂടെ അവൻ നമുക്കായി ഒരുക്കിയ ഭവനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്വർഗത്തിൽ ഇരുത്തുവാൻ. മൂന്നാമത്തേത് യോഹന്നാൻ 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം എനിക്ക് നൽകിയ മഹത്വം. പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോഴേ പെണ്ണവിടെ ചെന്ന് കഴിഞ്ഞ അമ്മച്ചി വിളിക്കും, മോളെ എങ്ങനെയുണ്ട് അവിടെ? എന്റെ മമ്മി അടിപൊളിയാ കേട്ടോ. നമ്മുടെ വീട്ടിലെ മെത്തയൊന്നും അല്ല, ഇവിടുത്തെ പൊതോന്ന് കിടക്കുന്നു എന്റെ മമ്മി. ഓ ഏസി എന്തോ മോളെ ഈ എന്റെ മമ്മി ഒന്ന് പറയാം. ഓ കോഴിയാണെങ്കിൽ അതുപോലെ ചുട്ടാ ഇവിടെ തിന്നുന്നത്. അയ്യോ എന്റെ മോളെ ഇങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, എന്റെ പിതാവ് എനിക്ക് തന്ന നിങ്ങൾ എനിക്കങ്ങോട്ട് അത് വർണ്ണിക്കാൻ വയ്യ. കോടാനുകോടി വർഷങ്ങളുടെ പഴക്കമുള്ള പിതാവായ ദൈവം പുത്രന് കൊടുത്ത മഹത്വം. ആമേൻ.
വല്ലോ മനസ്സിലായോ? 2 ദിവസത്തെയല്ല, കോടാനുകോടി വർഷങ്ങളുടെ മഹത്വം സ്വർഗത്തിൽ അങ്ങനെ വിളങ്ങി തിളങ്ങി നിൽക്കുകയാ. ആ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടത്. നീ എനിക്ക് തന്നിട്ടുള്ളവർ ആരാണ്? ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി. നീ എനിക്ക് തന്നിട്ടുള്ളവർ ആ മഹത്വം കാണാൻ. ഓ രക്തജയം, മഹത്വം കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരുന്ന് എന്തോ കാണാനാ? പറ, മഹത്വം കാണുക. നിങ്ങൾക്ക് വല്ലോ മനസ്സിലായോ? ഞാനങ്ങ് തുറന്ന് പറയാം കേട്ടോ. സ്വർഗത്തിൽ ചെല്ലുന്ന എന്തിനാന്ന് ഞാൻ ഒരു ബൈബിൾ ക്ലാസ്സിൽ ചോദിച്ചറിഞ്ഞ ഒരാൾ പറയുക, കർത്താവ് സിംഹാസനത്തെ ഇരിക്കും, നമ്മൾ ഇങ്ങിരുന്ന് ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാൻ ചോദിച്ചതാ ഇത് തന്നെ പണി. ഞാൻ പറഞ്ഞു ഈ പണിയാണ്, എനിക്ക് അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമില്ല. ഇവിടെ ഇരുന്നാലും അത് ചെയ്യും. എടാ ഇത് കാണിക്കാൻ അവിടെ പോകണ കാര്യമുണ്ടോ മാസ്റ്റർ? ഇവിടെ നിന്ന് കാണിക്കുന്നത് നമുക്ക്. ഞാനുള്ള കാര്യം പറയാം. നമ്മുടെ ധാരണകൾ തെറ്റാണ്. കോടാനുകോടി യുഗങ്ങൾ നീ സ്വർഗത്തിൽ നടന്നാലും സ്വർഗത്തിനൊരു കോട് പോലും നീ കാണത്തില്ല. ഞാൻ അമേരിക്ക വന്നു എന്നുള്ളത് സത്യമാണോ? പറ. ഞാൻ ചെന്ന് പറയാം ഞാൻ അമേരിക്ക കണ്ടെന്ന്. ശരിയാണോ മാസ്റ്ററെ? അമേരിക്ക കണ്ടെന്ന് എന്താ കണ്ടു? എന്റെ പറഞ്ഞാൽ 5 വീട്ടിലും സ്ഥാപിച്ച് 5 കാറും കണ്ടു. എന്നിട്ട് പറയാം ഞാൻ കണ്ടെന്ന്. എന്താ പറയാ? എന്താ കണ്ടെന്ന? ഒന്നും കണ്ടില്ല. തണുപ്പ് പോലും നീ കണ്ടില്ല. പിന്നെ അയാൾ കണ്ടെന്ന് പറയുന്നത് പോണ വാക്യൊക്കെ പോണം. സത്യത്തിൽ ഇങ്ങോട്ട് നോക്കിക്കേ, സ്വർഗത്തിന്റെ ഒരു ആമിഷം പോലും. ഓ അങ്ങനെയെങ്കിൽ നമ്മുടെ പണി ഒന്ന് ഞാൻ പറയാം. ഈ ഹണിമൂണെന്ന് പറഞ്ഞൊരു പരിപാടി. എന്താ? കുറച്ച് പറ. അതെന്താ പരിപാടി? മുറിക്കകത്ത് കയറിയിരിക്കുന്ന പറ. അല്ല, ഒരു യാത്ര. ശരിയാണ് ആണോ? അങ്ങനെയെങ്കിൽ എന്റെ കർത്താവിനോടുകൂടെ പിതാവ് ഒരുക്കി വെച്ച മഹത്വം കണ്ടാലും തീരാത്തത്, കണ്ടാലും മതി വരാത്തത്. ഓ ആമേ, എന്റെ കർത്താവ് കൊണ്ടത് കാണിക്കുമ്പോ അറിയാതെ നമ്മൾ എന്താ പറയും? പ്രത്യേകിച്ച് ആരാധിക്കാൻ അവിടെ പായും ബസേരയൊന്നും വേണ്ട. ഇത് കാണുമ്പോൾ നമ്മളൊന്ന് പറയും എവിടെ നോക്കിയാലും പറ. വല്ലോ മനസ്സിലായോ? എവിടെ നോക്കിയാലും ഹല്ലേലൂയ, എന്താ ചെയ്താലും ഹല്ലേലൂയ, കുനിഞ്ഞ ഹല്ലേലൂയ, നിന്ന ഹല്ലേലൂയ, കൈപൊക്കിയ ഹല്ലേലൂയ. എന്റെ അമ്പുരാനെ ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവരെല്ലാം കൈ ഒന്ന് ഉയർത്തിക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ആസ്മാക്കാരുടെ കാര്യമല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഞാൻ കുളിക്കാൻ പോവുക, കുറച്ച് നേരത്തേക്ക് ഞാൻ ശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കുളിക്കാൻ പോവുക. ശ്വസിക്കാറുണ്ടോ? പറ. ആഹാരം കഴിക്കാൻ പോവാ, ഞാൻ അന്നേരത്തേക്ക് ശ്വസിക്കുന്നില്ല. ശ്വസിക്കുവോ? ഞാൻ ഉറങ്ങാൻ പോവാ. ഇനിയിപ്പോ എന്തായാലും എടുത്തിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ പ്രക്രിയ നടക്കുന്നു. ഏതാ? ശരിയാണോ? അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണോ? അതിവിടെ ശരീരത്തിലെ ജീവൻ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോ ആരാധന ഏതാന്ന് ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കൈ അടിച്ച് മൈക്രോഫോണും പിടിച്ച് ആ പണിയല്ല. നമ്മുടെ ആത്മശരീരത്തിൽ ശ്വസിക്കുന്നത് പോലെയുള്ള മറ്റൊരു പ്രക്രിയയാണ് ആരാധന. ശ്വസിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലെങ്കിൽ സ്വർഗത്തിലെ ആരാധന ആത്മശരീരത്തിന്റെ ഒരു ഭാഗമാണ്. വിരലൊരു ഭാഗമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പറ. ഈ വിരലൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? നോ. ഇത് പോയാൽ ഒരു ഭാരമാണ്. പിന്നെ ഇങ്ങനെയാണ്. എന്താ വിഷയം? അല്ല ഒന്നും എന്താ കാര്യം? അതാരും കാണാന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഇത് എനിക്ക് ഈ വിരൽ എനിക്കൊരു ഭാരമല്ലെങ്കിൽ സ്വർഗത്തിലുണ്ടല്ലോ ആരാധനയൊരു ഭാരമല്ല, ശരീരത്തിന്റെ ആത്മശരീരത്തിന്റെ ഒരു പാട്ടാണ്. ഏത്? ആമേ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, ദൈവം ഒരുക്കിയ മഹത്വം കണ്ട് അയ്യോ ദൈവമേ, നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഈ മരത്ത് ഈ യെല്ലോ ഫ്രൂട്ട് ആയിരുന്നല്ല, ഇപ്പൊ എന്താണ് ഈ ഗ്രീൻ ഫ്രൂട്ട് ആയല്ലോ. ഏത് മരത്തേല അറിയത്തില്ലേ? ജീവജല നദിക്ക് ചുറ്റും ആമ അക്കരയും ഇക്കരയും ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്. മാസം തോറും
അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നോക്കി, മെയ് മാസത്തിൽ അങ്ങോട്ട് പോയപ്പോ ഗ്രീൻ ഫ്രൂട്ട്, ജൂൺ മാസത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ വൈറ്റ് ഫ്രൂട്ട്, ജൂലൈ മാസത്തിൽ അങ്ങോട്ട് ചെന്നപ്പോ പിന്നെ യെല്ലോ. പഴമ തോന്നിക്കോ? പറ, തോന്നിക്കോ? സ്തോത്രം. സ്വർഗമെന്ന് പറയുന്നത് പഴമകളില്ലാത്ത ലോകമാണ്. സ്വർഗമെന്ന് പറയുന്നത് മുഷിച്ചിലില്ലാത്ത ലോകമാണ്. സ്വർഗമെന്ന് പറയുന്നത് സമയമില്ലാത്ത ലോകമാണ്. ഇവിടെ സമയമുണ്ടോ? സമയമുണ്ടോ? എന്തുകൊണ്ട്? എനിക്ക് ഒരു സാധനം ഇരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭാഷ ഇതുള്ളതുകൊണ്ടോ സമയം? എന്നാ സ്വർഗത്തിൽ സമയമുണ്ടോ? ആര് പറഞ്ഞു? എന്തുകൊണ്ട് സ്വർഗത്തിൽ സമയമില്ല? അല്ല, സ്വർഗത്തിൽ എന്തുകൊണ്ട് സമയമില്ല? ഒരു തത്വം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർഗത്തിൽ സമയമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഈ കാലം ഉണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം പറയാമോ? ഞാൻ ഇവിടെ നിന്ന് ഫിലദൽഫിയയ്ക്ക് നടക്കുക. അല്ല, നിങ്ങൾ സപ്പോസ് എന്ത് ചെയ്യുക? നടക്കുക. എത്ര ദിവസം എടുക്കേണ്ടി വരും നടക്കുക? പറ. മാസങ്ങൾ. ഓക്കെ, ഒരു 2 മാസം ഒന്ന് കണക്ക് എഴുതി. എത്ര? 2 കുറിച്ച് വെച്ചോ. 2 മാസം. ഞാൻ കുതിര വണ്ടിയാണ് ഇവിടുന്ന് പോവുക. എന്താ വണ്ടിയല്ല? എത്ര എടുക്കും? 1 മാസം. സമയം കൂടിയാ കുറഞ്ഞു? ശരി. ഞാൻ കാറേ പോന്നു. പറ. എന്തോ? 4 ദിവസം. അമ്മച്ചി പറഞ്ഞ എടുക്ക. കാറേ ശരിക്കറിയാം. പ്രായമുള്ളവർ പറഞ്ഞ് നമ്മളെ ബഹുമാനിക്കണം. സ്വോത്രം. എത്ര ദിവസം? 4 ദിവസം. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കയറിയത് കൂട്ടിയാ കേട്ടോ. സ്വോത്രം. ഓട്ടെ. 4 ദിവസം. നിൽക്കേ. മറ്റേ നടന്നപ്പോ എത്രയായി? 2 മാസം. പിന്നെ കുതിര വണ്ടിയെ പോയപ്പോ, പിന്നെ കാറ് ഡ്രൈവ് ചെയ്തപ്പോ 4 ദിവസം. സമയം കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അടുത്തത് ഞാൻ ഫ്ലൈറ്റിന് പോകുന്നു. എത്ര മണിക്കൂർ? 4 മണിക്കൂർ. നിൽക്കേ. ഞാൻ ജെറ്റ് പ്ലെയിനിൽ പോകുന്നു. ജെറ്റ് എന്തോ 2 മണിക്കൂർ. ദൂരം കുറഞ്ഞോ വേഗത കൂടിയോ? വേഗത കൂടുമ്പം പറ. ഇല്ല, ദൂരം കുറയുന്നില്ല, ആളും മാറുന്നില്ല. ഏതാ നടന്നാലും ഇപ്പം ചെറിയാല, കുതിരവണ്ടിയൊക്കെ അറിയാലും ഇപ്പം ചെറിയാല, ജറ്റൊക്കെ അറിയാലും ഇപ്പം ആള് മാറുന്നില്ല, ദൂരം കുറയുന്നില്ല. പക്ഷെ എന്തോ പറയുന്നു? അതിനേക്കാൾ വേഗതയിൽ പോയാൽ ഇതിന്റെ പേരാ എന്ന് പറഞ്ഞാൽ നാം പ്രാപിക്കുന്ന ആത്മശരീരത്തിന് സമയം വേണ്ട. എവിടെ പോകാൻ? എവിടെ പോകാൻ? എവിടെ പോകാൻ? എവിടെ പോകാൻ? എവിടെ പോകാൻ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ സമയമുണ്ടോ? പറയാനില്ല. കാരണം എന്തോ കൂടുതലാ. പറ. വേഗത കൂടുതലാ. അങ്ങനെയെങ്കിൽ 1 കോടി വർഷം സ്വർഗത്തിൽ ജീവിച്ചാലും എന്തുവാ? ഇവിടുത്തെ 1 കോടി ജീവിച്ചാലും അവിടെ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ എന്തോ ഇല്ല. സമയം പോയി, സമയം പോയി, സമയമായി, സമയം പോയി. കാലം ഇങ്ങോട്ട് വന്നപ്പോ സമയം പോയി, ഇപ്പൊ സമയമായി. 2 പോക്ക് കേസ് കേട്ടോ. സമയം പോയി, സമയമായില്ല, സമയമായില്ല. സ്വർഗത്തിലുണ്ടല്ലോ സമയം. എന്തോ ലോകോ, എന്തോ ലോകോ. ആത്മശരീരം എങ്ങനെയുള്ളത്? സ്വർഗത്തിലെ സ്ഥിതിവിശേഷങ്ങൾ എന്ത്? നമ്മുടെ അവിടുത്തെ ജോലി എന്ത്? നമ്മുടെ ഭാവി എന്ത്? ഈ വിധ കാര്യങ്ങൾ പറയുവാൻ സമയം ഒട്ടുമില്ല. ഇതൊക്കെ 1 മാസമൊക്കെ കൊണ്ട് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യമാകൂ. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് സ്വർഗത്തിൽ അവനോടുകൂടെ നമ്മെ ഇരുത്തും. പിതാവായ ദൈവം ഒരുക്കി വെച്ച മഹത്വം മുഴുവൻ അവൻ നമ്മെ കണ്ടാലും കണ്ടാലും മതി വരാത്ത സ്വർഗീയ സന്തോഷങ്ങൾ കാണും. അടുത്തത് നാം അവനെ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒരു സ്ഥലത്തല്ല, കാണുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ആരാധന വരും. അടുത്തത് പ്രതിഫലം തരും. അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. കാരണം ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേതനമുണ്ടെങ്കിൽ കർത്താവിനെ സേവിച്ച ദൈവവേദനയിൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. നിശ്ചയം. കണ്ണുകൾ അടയ്ക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ട് യേശുവിന്റെ നാമം
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ സ്ഥിതിവിശേഷങ്ങൾ എന്താണെന്ന് പറയുന്നില്ല, എങ്കിൽ സമയമില്ല. ഒരു കാര്യം, നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെട്ടു നാം ദൈവ തുല്യരായി മാറും. ഇവിടെ സമയം നമുക്ക് ഒരു വിഷയമാണ്, എന്നാൽ സ്വർഗത്തിൽ സമയമില്ല. ഇവിടെ ആരാധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം വരാം, പക്ഷേ ശ്വസിച്ചാൽ നമുക്ക് ക്ഷീണം വരാത്തതുപോലെ സ്വർഗത്തിലെ ആരാധനയിൽ നമുക്ക് ക്ഷീണം വരികയില്ല. ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാണ്. എൻ്റെ താഴ്ചയുള്ള ശരീരം മാറാൻ സമയമായി, മർത്യമായത് അമർത്യമായതിനെ ധരിക്കുവാൻ സമയമായി. ഓ ഹല്ലേലൂയ. ബലഹീനമായത് ബലമുള്ളതിനെ ധരിക്കുവാൻ സമയമായി. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഇന്ന് രാത്രി? അവൻ നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. യേശുവിന്റെ വരവ് സമാഗതമായിരിക്കുന്നു. ലക്ഷണങ്ങൾ വിളിച്ചു പറയുന്നു. ആത്മീക മന്ദത യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ആത്മീക ദാഹമില്ലായ്മ യേശുവിന്റെ വരവിനെ വിളിച്ചു പറയുന്നു. ലോക സംഭവങ്ങൾ യേശുവിനെ വിളിച്ചു പറയുന്നു. ഇസ്രായേൽ രാഷ്ട്രം യേശുവിന്റെ വരവിനെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഇന്നത്തെ യുവലോകം യേശുവിന്റെ വരവിനെ വിളിച്ചു പറയുന്നു. തകരുന്ന സാമ്രാജ്യങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചു പറയുന്നു. ഓ അവൻ പ്രകൃതി ശോഭങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചു പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് ഓർത്തു എന്ന തലകളെ ഉയർത്തുവി, തലകളെ ഉയർത്തുവി. മണവാട്ടിയെ, ക്രിസ്തുവിന്റെ സഭയെ, രക്തത്തിന്റെ വിലകളെ ഇന്ന് രാത്രി അവൻ തലകളെ ഉയർത്തുവി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രത്യാശ ഒന്ന് പുതുക്കാം. നമ്മുടെ പ്രത്യാശ ഒന്ന് പുതുക്കാം. പ്രത്യാശ പുതുക്കാം. ദൈവ കൃപയുടെ വല്ലവത്ത്, ദൈവ കൃപയുടെ വല്ലവത്ത്, ദൈവ ശക്തിയുടെ വല്ലവത്ത്, ദൈവ മഹിമയുടെ വല്ലവത്ത് ഇന്ന് രാത്രി അവൻ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. തുടലവന ഹത്തുരത്തില് എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കാം. അവൻ അവന്റെ ആത്മാവിന, അവന്റെ ആത്മാവിന, അവന്റെ ആത്മാവിന, അവന്റെ ആത്മാവിന, അവന്റെ ആത്മാവിന ഇന്ന് രാത്രി നിറയുവാൻ ഒരു വലിയ വാഞ്ച ഉണ്ടാകട്ടെ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഓ വിവാദ ധനാധനെ ഉദരവന ഹത്തനെ അവൻ ക്രിസ്തു തുല്യരാക്കി, ക്രിസ്തു തുല്യരാക്കി നമ്മെ മാറ്റുന്നത് വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. അവയെ സഖാക്കിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എലയാസറാണെങ്കിൽ ദൈവത്തിന്റെ സഭയെ ഒരുക്കുന്നത്, ദൈവത്തിന്റെ സഭയെ ഒരുക്കുന്നത് ആരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഒരുക ഒരുക ഒരുക. ആത്മാവിൽ ബലമേറ്റെടുക്കുക, ആത്മാവിൽ ബലമേറ്റെടുക്കുക, ആത്മാവിൽ ശക്തി ഏറ്റെടുക്കുക, ആത്മാവിൽ ജീവൻ ഏറ്റെടുക്കുക, ആത്മാവിൽ കൃപ ഏറ്റെടുക്കുക. എല്ലാവരും അല്പസമയം ഒരുമിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഉദരവന ഹത്തുരവന ഹതലെ, ഉദരവന ഹത്തുരതൽ കടകതലെ, ഉദരവന ഹൈദൽ കടകതലെ, അർദല ഹദൽ കടകതൽ കയാറികെ, ഉദരവന ഹത്തുരവൽ കരാതലെ, ഉദരവന ഹത്തുര ബിടലെ. ആമേൻ 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 ആമേൻ. കർത്താവുദൽകെ വീര നാദത്തോടോ പ്രധാന ദൈവദൂതശബ്ദത്തോടോ കർത്താവ്
മധ്യാകാശത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനെ കുറിച്ചും ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യങ്ങളെ കുറിച്ചും സവിസ്തരം നാം കേട്ടു. ബഹുമാനപ്പെട്ട BA എബ്രഹാം പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം ബ്രദർ സജി നാളത്തെ പ്രോഗ്രാമും നാളെ ഇതായത് എല്ലാവരും കൂടി വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ കൂടെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വരുമെങ്കിൽ നാളെയും തുടർന്ന് ഇതേ സമയത്ത് നടക്കുന്നതായിരിക്കും. അഭിപ്രായം വെക്കണമെന്നാണെങ്കിൽ പറയുക. നാളെ ഈ മീറ്റിംഗ് തുടരണമെങ്കിൽ നിങ്ങൾ വരുമെങ്കിൽ നാളെയും നടത്താം. അത് അപ് ടു യു, നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ് നല്ല ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, കൂടി വന്ന സമയം മുതൽ അവിടുത്തെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 2 ദിവസമായി നിന്റെ കരങ്ങളിലെടുത്തു. ശക്തമായി നിന്റെ വചനം അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച്, രക്ഷിക്കപ്പെടാത്തവന്റെ നിത്യ നരകത്തെ കുറിച്ചൊക്കെ കേൾക്കുവാൻ ഇടയായി. ഇന്ന് സന്ധ്യാസമയത്ത് കർത്താവേ വീണ്ടും കടന്നു വന്ന് ഞങ്ങളുടെ പ്രത്യാശയെ ഉണർത്തുന്ന ദൈവത്തിന്റെ വചനം, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ ദൈവം വിളിച്ചത് അശുദ്ധിയിൽ നിന്ന് ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരണമായി നടന്ന ഞങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രൻ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്ത് ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത് ഞങ്ങളെ ലോകത്തിൽ ജീവിപ്പാനല്ല ഒരു നിത്യത ഞങ്ങളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കർത്താവ് ലോകത്തിൽ വന്നു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ അതേ കർത്താവിന്റെ വാഗ്ദത്തത്തെ കുറിച്ച്, ഞങ്ങളുടെ ശരീരത്തെ കുറിച്ച്, ഞങ്ങളുടെ ഭാവി പ്രത്യാശയെ കുറിച്ച് നിന്റെ ഭക്തിയിൽ കൂടെ ഓർപ്പിച്ചുണർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നുള്ള ആ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ലോകം ഹല്ലേലൂയ, എത്രയോ ഭയാനകമായ സംഭവങ്ങളിൽ കൂടെ പ്രകൃതി അതിന്റെ സകല ശക്തിയും എടുത്തു കാണിക്കുമ്പോൾ നിന്റെ വചനം അതുപോലെ നിവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീതിമാനും മഹത്വം ഹല്ലേലൂയ കാഹളം ധ്വനിപ്പാൻ, കർത്താവ് ശബ്ദം കേൾക്കുവാൻ, ഹല്ലേലൂയ പ്രധാന ശബ്ദത്തോടെ കാഹളനാദത്തോടുകൂടെ കടന്നു വരുന്ന ദിവസത്തെ ഓർത്ത് കർത്താവെ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ച് നിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ അന്ന് ആഹ്വാനത്തിന് മുമ്പിൽ അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വന്ദാസങ്ങൾ കൂടെ കേൾപ്പിച്ചതുപോലെ നിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹം നിന്റെ ആത്മാവിനെ പ്രാപിച്ചവരായി, വിശുദ്ധന്മാരായി, വിശുദ്ധിക്ക് വേണ്ടി നിർമ്മലതയുള്ളവരായി കർത്താവിന്റെ വരവിനെ കാത്തിരിപ്പാൻ എല്ലാവർക്കും അവിടെ ഇടയാക്കി തീർക്കണമേ. കടന്നു വന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. നിന്റെ ഭക്തനെ വീണ്ടും നിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ നന്മകളും കൃപകളാലും നിന്റെ ദാസനെ അഭിഷേകം ചെയ്ത് ശക്തിയോടെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്ന ഓരോരുത്തരെയും നിന്റെ നാമത്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്ത സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ഞങ്ങളെ പരിപാലിക്കണം. നിന്റെ വരവിനെ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണം. കർത്താവേ, ദൈവമെങ്കിൽ നാളെ രാവിലെ നിന്റെ വരവ് താമസിച്ചാൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലായി നിന്നെ ആരാധിക്കുന്നു. എല്ലാ ആരാധനാ കൂട്ടങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണം. ഈ പട്ടണത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവസഭകളെ, ദൈവഭക്തന്മാരെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കടുത്തള്ളുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവേ വേഗം വരണം. നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ഇരിക്കണേ പ്ലീസ്. ഇത്രത്തോളം ദൈവം